ഉണ്ടാകട്ടെ. നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വലിയൊരു കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഫാസ്റ്റ് ആൻഡ് പ്രയറിന്റെ 3-ാം ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വലിയ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വേഗത്തിൽ ഒരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 9-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 9-ാം വാക്യം. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും അന്യഭാഷയിൽ നിന്ന് കണക്ട് ആയിക്കുക. എല്ലാവരും ആത്മാവിലൊന്ന് കണക്ട് ആയിക്കുക. ആരും ഉണ്ടാതിരിക്കരുത്. എല്ലാവരും അന്യഭാഷ ഒന്ന് കണക്ട് ആയിക്കുക. ദുഷ്ടമുഖങ്ങൾ അടിയപ്പെടട്ടെ. ചില രക്ഷിക്കപ്പെടുന്നതിന് തടസ്സമായി വ്യാപരിക്കുന്ന ദുഷ്ടമേഖലകൾ പൊളിയപ്പെടട്ടെ. കുഞ്ഞെ, നിന്റെ കുടുംബത്തിനകത്ത് നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ മറ്റാരും രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കാം. ഇന്ന് ഉപവാസത്തിന്റെ 3-ാം ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയും, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടാൻ പോവുക. എല്ലാവരും. നിങ്ങൾ മാത്രമല്ല. നിങ്ങൾ വൈഫായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആയിരിക്കാം, നിങ്ങൾ മക്കളായിരിക്കാം, എനിക്കറിയില്ല ആരാണ് കേൾക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഒന്ന് അന്യഭാഷ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിന്റെ കുടുംബത്തിലെ കേട്ടോ. അതാ ഞാൻ പ്രാർത്ഥിക്കാൻ പറയും. നിന്റെ കുടുംബം ആദ്യം, കുടുംബം നമ്മൾ രക്ഷപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ടാണ് സമൂഹം. നിന്റെ കുടുംബത്തെ നീ ആദ്യം രക്ഷപ്പെടുത്തണം. എല്ലാവരും. നിങ്ങൾ 4 പേരുണ്ടെങ്കിൽ 4 പേരും യേശുവിനെ അറിയണം, അറിയേണ്ടതുപോലെ അറിയണം. രക്ഷിക്കപ്പെടുന്ന തരത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. ദുഷ്ടന്റെ എല്ലാ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന് പൊളിയട്ടെ. ആരൊക്കെ ഇനി രക്ഷിക്കപ്പെടേണ്ടതുണ്ടോ, ആരൊക്കെ ഇനി സ്നാനപ്പെടേണ്ടതുണ്ടോ, കർത്താവുമായി ചേരേണ്ടതുണ്ടോ, അവരെല്ലാം കണക്ട് ആകട്ടെ. യേശുപ്പ, 3-ാം ദിവസം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവരാജ്യ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ജനം വിടുവിക്കപ്പെടണം. കുടുംബങ്ങൾക്ക് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒട്ടനവധി പേര് ഇതിൻ്റെ അകത്തുണ്ട് കർത്താവെ. ആ വ്യക്തികളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അപ്പായുടെ കരം ഈ വിഷയത്തിന്റെ അകത്ത് ചലിക്കാൻ പോകും. നന്ദി അപ്പ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില മിനിസ്ട്രിക്ക് വേണ്ടി ചില ഓപ്പണിങ്സ്, ചില ശുശ്രൂഷകന്മാരുടെ മേൽ ദൈവം ഓപ്പൺ ആക്കുക. പിന്നെ സിസ്റ്റർ ആത്മാവിൽ പരിശുദ്ധമ്മ വിളിച്ചു പറയും, നിങ്ങളെ രഹസ്യങ്ങൾക്ക് ഇരിക്കുവാൻ സമയമില്ലാതെ വണ്ണം ശുശ്രൂഷയുടെ അതിരുകൾ വിശാലമാകുക. അനേകം പേരെ രക്ഷിക്കപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള അഭിഷേകം ഈ നാളുകളിൽ കർത്താവ് പകരും. നീ അത് യേശുവിന്റെ നാമം പറയുമ്പോൾ തന്നെ ഭൂതങ്ങൾ വിറയ്ക്കും. അത്തിനി അബ ലഗസി ഹംദന അബുറുദുനി അതിനരികസി നരകത്തെ കൊള്ളയടിക്കാനുള്ള അഭിഷേകം. പിന്നെ സിസ്റ്റർ, നിങ്ങളുടെ മേൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ പകരും. നരകത്തെ കൊള്ളയടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ജനത്തിന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന യേശുപ്പ, വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രപ്പ. ഹല്ലേലൂയ. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ സിസ്റ്റർ സിനിമോൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു വാചകം, എന്റെ വചനത്തിന്റെ ഇന്നത്തെ ദൂതിന്റെ ഒരു വാചകം പ്രിയ സഹോദരി പ്രാർത്ഥിച്ചു. അനേകം പേര് രക്ഷിക്കപ്പെടുവാൻ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണമേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. പ്രിയ ദൈവ പൈതലേ, നമ്മൾ രക്ഷയിലേക്ക് കടന്നു വന്നു. അനേകം പേര് രക്ഷിക്കപ്പെടാതെ കരയുകയാ, നിലവിളിക്കുകയാ. അവരെ രക്ഷപ്പെടുത്താനുള്ള ചുമതല നിങ്ങൾക്കും എനിക്കുമുള്ളതാ. പിടികിട്ടുന്നുണ്ടോ? ഇന്നത്തെ സന്ദേശം ഒരു രക്ഷാ സന്ദേശമാണ്, ചിലരെ രക്ഷയിലേക്ക് നയിക്കുവാൻ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്കൊരു സക്കായിയെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു മുഖമാണ് സക്കായിയുടെ മുഖം. ചുങ്കക്കാരിൽ പ്രമാണിയായിരിക്കുന്ന ഹല്ലേലൂയ, വളർച്ചയിൽ കുറിയവനായിരിക്കുന്ന സക്കായി.
പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ സന്നിധിയിൽ നീ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അപ്പ നിന്നെ കാണും. ഒരു സ്റ്റെപ്പ് മതി. ഈ സൂമിൽ ചിലപ്പോൾ കയറി ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾക്ക് യേശുവിനെ പറ്റി അറിയത്തില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് വിളിച്ചു പറയാൻ പറയുന്നത്, നിങ്ങൾക്ക് യേശുവിനെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ യേശു നിന്റെ അടുക്കൽ കടന്നു വരും. അവൻ നിന്റെ അടുക്കൽ കടന്നു വരും. നിനക്കൊന്ന് സ്നേഹിക്കണമെന്ന് തോന്നിയാൽ, യേശുവിനെ നിനക്കൊന്ന് സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയാൽ അവൻ നിന്റെ അടുക്കൽ കടന്നു വരും. ഈ ചുങ്കക്കാൽ പ്രമാണിയായിരിക്കുന്ന സക്കായി യേശുവിനെ കാണാൻ ഒരു ആഗ്രഹം. ഇതിന്റെ അകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എന്റെ യേശുവിനെ എനിക്കൊന്ന് കാണണം, യേശുവിനെ എനിക്കൊന്ന് രുചിച്ചറിയണം, യേശുവിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കണം, ഉപവാസത്തിന്റെ 3-ാം ദിവസം എനിക്ക് എന്റെ അപ്പായുടെ കൂടെ ഒന്ന് നടക്കണം. ഹല്ലേലൂയ. ആരുടെക്കോ മേൽ അസാധാരണമായ ഒരു സ്നേഹം വെളിപ്പെടുക, അസാധാരണമായ ഒരു സാന്നിധ്യം വെളിപ്പെടുക. വീണ് പോയ ചിലതിനെ കർത്താവ് ഇന്ന് എഴുന്നേൽപ്പിക്കും. പിന്മാറ്റ അവസ്ഥയിൽ പോയ ചിലത്, നഷ്ടപ്പെട്ടു പോയെന്ന് ബീന സിസ്റ്ററെ നിങ്ങൾക്ക് തോന്നിയ ചിലത് മടങ്ങി വരും. ഈ മീറ്റിംഗിന്റെ അകത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നഷ്ടപ്പെട്ടു പോയി, പക്ഷെ പരിശുദ്ധാത്മാവോട് പറയുന്നു മടങ്ങി വരാൻ പോവുക, മടങ്ങി വരാം. ഇന്നത്തെ മീറ്റിംഗിന്റെ അകത്ത് ചില പിന്മാറ്റക്കാരെ കർത്താവ് ചികിത്സിച്ച് സൗഖ്യമാക്കും. റസേക്കെ ബെരേക്കെ ബിലേഗമരാധന. ദൈവരാജ്യത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ, പരിശുദ്ധാത്മാവോട് പറയുന്നു, ദൈവരാജ്യത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ, പിന്മാറിപ്പോയ ചില വ്യക്തികളെ കർത്താവ് വീണ്ടും അപ്പായുടെ സാന്നിധ്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ പോവുക. റസേക്കെ ബലേഗരാധന. സക്കായിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, യേശുവിനെ കാണണം. അവൻ എന്താ ചെയ്തത്? മുമ്പോട്ടോടി. പ്രിയ ദൈവ പൈതലെ, ദൈവത്തെ കാണാൻ, ക്രിസ്തുവിനെ കാണാൻ, യേശുവിനെ കാണാൻ നീ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ മുമ്പോട്ടോടും, പിറകോട്ടല്ല. പുറകോട്ട് ചലിക്കുന്ന ആത്മാവല്ല, മുമ്പോട്ട് ഓടുന്ന ആത്മാവിനെയാ പ്രാപിച്ചത്. പിടികിട്ടുന്നുണ്ടോ? പുറകോട്ട് പോകരുത്, നമുക്ക് ഓടാനുള്ളത് മുമ്പോട്ടാ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നവൻ ഏകനാണ്. വചനം പറയുന്നു, പൗലോസ് വ്യക്തമായി എഴുതി വെച്ചു, ഓട്ടം നമുക്ക് ഓടാനുണ്ട്. എങ്ങോട്ടാ നമ്മുടെ ഓട്ടം? ഓട്ടം നിത്യതയിലേക്കാ. നിത്യതയിലേക്ക് നാം ഓടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിനിധീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ ദൈവാത്മാവ് അഭിഷേകം തന്നിട്ടുണ്ട്. ഒരു വ്യക്തിയെ ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേലെ അസാധാരണമായി സാന്നിധ്യം പകർന്നിട്ടുണ്ട്, അസാധാരണമായി പ്രൊവിഷൻസ് വെളിപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇൻ ഗ്രേസിൽ ഞാൻ ഉദാഹരണം പറഞ്ഞ ബീന സിസ്റ്റർ, അജയ് ബ്രദറിനെ ഇതിന്റെ അകത്ത് ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുമ്പോൾ പ്രിയ മക്കൾക്ക് ഈ മിനിസ്ട്രി നടത്തിക്കൊണ്ടു പോകേണ്ടുന്ന എല്ലാ പ്രൊവിഷൻസും, എല്ലാ സാഹചര്യവും, സാമ്പത്തികമാകട്ടെ, സാഹചര്യം ആകട്ടെ, ആരോഗ്യം ആയിക്കോട്ടെ, ദൈവം ഒരുക്കി കഴിഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. അതത് സമയങ്ങളിൽ എന്താ വേണ്ടിയതെന്ന് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്റെ അപ്പ നിനക്ക് നൽകിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പിടികിട്ടുന്നുണ്ടോ? ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരോടും പരിശുദ്ധ വ്യക്തമായി പറയുന്നു, നിന്നെ ചില ദർശനങ്ങൾക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വിളിക്ക് വേണ്ടി നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി സശക്തമായി നിൽക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞെ, പരിശുദ്ധാത്മാവരോട് പറയുന്നു, നിനക്ക് വേണ്ടിയതെല്ലാം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടിയ നന്മകൾ, നിനക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിനക്ക് വേണ്ടിയിട്ടുള്ള വിടുതലുകൾ, നിനക്ക് വേണ്ടിയിട്ടുള്ള കണക്ഷൻസുകൾ എല്ലാം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഒരിടത്ത് നീ തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സക്കായി മുമ്പോട്ടോടിയിട്ട് സക്കായിക്ക് വളർച്ചയിൽ കുറിയവനാണ്. പക്ഷെ നിന്റെ സാഹചര്യം നീ നോക്കരുത് കേട്ടോ, നിന്റെ സാധ്യതകളൊന്നും നീ നോക്കരുത്. കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി മുമ്പോട്ടോടാൻ നിനക്ക് പറ്റുകയാണെങ്കിൽ കുഞ്ഞെ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ മറികടന്നുകൊണ്ട് ഇതിന്റെ അകത്ത് ആരൊക്കെയോ യേശുവിനെ കാണാൻ കടന്നു വരുന്നുണ്ട്. അവരെന്താ ചെയ്ത? ഒരു കാട്ടത്തിന്മേൽ കയറുക. ഒരു കാട്ടത്തിന്മേൽ കയറി ഉയരത്തിലിരുന്ന് യേശുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാ. അവൻ വിചാരിക്കുന്നത്, യേശുവിനെ എനിക്ക് കാണാം, യേശുവിനെ എന്നെ കാണാൻ കഴിയുകയില്ല. പല വിശ്വാസികളും അങ്ങനെയാണ്. ഹാലേലൂയ. യേശുവിനെ എനിക്ക് കാണണം, യേശുവിനെ എന്നെ കാണാൻ കഴിയുകയില്ല എന്നാ വിചാരിക്കുന്നത്. കുഞ്ഞേ, കർത്താവിന്റെ സന്നിധിയിൽ സകലതും നഗ്നവുമായി മലർന്നു കിടക്കുകയാണ്. സകലതും എന്റെ കർത്താവിനെ കാണുവാൻ കഴിയും. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്, സകല മേഖലകളിലും നാം കർത്താവിന് ഇഷ്ടമുള്ളത്, പ്രസാദമുള്ളത് ചെയ്യണം. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ളത്, പ്രസാദം ഉള്ളത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ എവിടെ നിന്ന് വഴി
തുറന്നു വരുന്നത് നിനക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത നിലവാരത്തിൽ ആരൊക്കെയോ അത് സ്വീകരിക്കുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില വഴികൾ, ജോലി മേഖലകൾ, സാമ്പത്തിക നന്മകൾ, അനുഗ്രഹങ്ങൾ, ഒരു കുറുക്കു വഴിയും ഇല്ല കുഞ്ഞുങ്ങളെ. അനുഗ്രഹം പ്രാപിപ്പാൻ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടന്നാൽ മതി. നിന്റെ നന്മയും കരുണയും ഒക്കെ നിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങും. എത്ര പേര് ആ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം ചെയ്യാൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ആരൊക്കെയോ പരിശുദ്ധാത്മാവിന് അഭിഷേകം ചെയ്യുകയാണ്. കർത്താവിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടി വരികയില്ല. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് വിഷമങ്ങൾ വരികയില്ല, ഭാരങ്ങൾ വരികയില്ല, പ്രയാസങ്ങൾ വരികയില്ല, നിരാശകൾ വരികയില്ല. എവിടെയെങ്കിലും നിരാശയുടെ മണ്ഡലങ്ങൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പറഞ്ഞാൽ യേശുവിന്റെ കൂടെ നടക്കുന്ന വ്യക്തി എന്നെ തൊടാൻ കഴിയുകയില്ല. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. എത്ര പേര് പറയും എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, ഒരു ശക്തിക്ക് എന്നെ തൊടാൻ കഴിയുകയില്ല, ഒരു രോഗത്തിനും എന്നെ തൊടാൻ കഴിയുകയില്ല, ഒരു നിരാശയ്ക്കും എന്നെ തൊടാൻ കഴിയുകയില്ല, ഒരു ആകുല ചിന്തകൾക്കും എന്നെ തൊടുവാൻ കഴിയില്ല. കാരണം ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. പിടികിട്ടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിൽ നീ ചലിക്കാൻ തുടങ്ങിയാൽ ദുഷ്ടൻ നിന്റെ മുമ്പിൽ കീഴടങ്ങും. പരിശുദ്ധാത്മാവിൽ നടക്കുന്നവർക്ക് പിശാചിനെ വല്ലാതെ പേടിയാണ്. നിങ്ങൾ പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമാണ്. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമാണ്. നീ ചിന്തിക്കുന്ന പോലെയല്ല, നീ പ്രവർത്തിക്കുന്ന പോലെ വിശുദ്ധിക്കും വേർപാടിനും നീ വില കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ പൈശാചിക മേഖല നിന്നെ പേടിക്കാൻ ഇടയാകും. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. പരിശുദ്ധാത്മാവ് എന്നോട് വിളിച്ചു പറയാൻ പറയുന്നു, ഇന്ന് കണ്ട മിസ്രൈമിനെ. ഷീജ സിബി അടിവേസിലായിരിക്കുന്ന പ്രിയ സഹോദരി, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ ഒരു നാളും കാണുകയില്ല കേട്ടോ. റാലാബൂറദിന് നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തി ഞെരുക്കി മുറിപ്പെടുത്തി നീ വല്ലാതെ കരഞ്ഞുകൊണ്ടായി മീറ്റിങ്ങിന്റെ അകത്ത് കയറിയിട്ട് നിന്റെ കുടുംബത്തിന്റെ അകത്ത് എല്ലാവരും രക്ഷിക്കപ്പെടാൻ പോവാ കുഞ്ഞെ. നിന്റെ ഒരു പ്രാർത്ഥനയുടെ മറുപടി കർത്താവ് ഈ മെയ് മാസം 14-ാം തീയതി മറുപടി തരുക. മുമ്പോട്ട് വിടുകയില്ലെന്ന് വാദഗതി ഉയർത്തി പൈശാചികമായി ചില കോട്ടകളിൽ നിന്ന് ഉടയപ്പെടുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. സക്കായി യേശുവിനെ കാണുവാൻ വേണ്ടി എഴുന്നേറ്റതുപോലെ നീ യേശുവിനെ കാണാൻ അതിരാവിലെ എഴുന്നേറ്റതാ. നിന്റെ ഭവനത്തിന്റെ അകത്ത് ഒരു സാധ്യതയും നിനക്കില്ല. നിനക്ക് യേശുവിന്റെ കൂടെ നടക്കാൻ ഒരു സാഹചര്യവും ഇല്ല. സാഹചര്യം ദൈവത്തിന് വിഷയമല്ല കുഞ്ഞെ. സാധ്യതയില്ലാത്ത നിന്നെ കർത്താവ് കാണുകയാ. ഇന്ന് നിന്റെ മേലൊരു അസാധാരണമായ പുതപ്പ് കർത്താവ് ഇട്ടുതരാൻ പോകുകയാ. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ചില നുഖങ്ങളെ തകർത്തുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അസാധാരണമായി വ്യാപരിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. സക്കായിയെ പോലെ അപ്പൊ സക്കായിയുടെ കൂടെ സക്കായിയുമായി ഇടപെട്ടപ്പോ പലരും പറഞ്ഞു സക്കായി ഒരു പാപിയായ ഒരു മനുഷ്യനാ. പ്രിയ ദൈവ പൈതലേ, നാം ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ നീതിയുള്ളവരായി നിൽക്കണം. നമ്മൾ യേശു കർത്താവ് പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ ചെയ്യുന്നവരായി മാറണം. ഒരു പക്ഷേ ചില അശുദ്ധർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകം നമ്മളെയും പറയും, അയ്യോ നിങ്ങൾ അശുദ്ധർക്ക് വേണ്ടി നിൽക്കുന്നു. പക്ഷെ കർത്താവെ പാപികളെ രക്ഷിക്കാനാ വന്നത്. ആ ശുശ്രൂഷ നീ മറന്നു പോകരുത്. പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമല്ലേ അവര് മാനസാന്തരപ്പെടുകയുള്ളൂ. നമ്മൾ വളരെ വിശുദ്ധരാണ്, നിങ്ങൾക്ക് ഒരു വിശുദ്ധിയും ഇല്ല, ഒരു അശുദ്ധമായ അനുഭവത്തിൽ നടക്കുന്നു, നിങ്ങൾ പാപികളാണെന്ന് പറഞ്ഞ് അവരോട് ഇടപെട്ടാൽ അവരാരെങ്കിലും യേശുവിനെ അറിയുമോ? അങ്ങനെയല്ല ദൈവ പൈതലേ. അവർ കുഴിയിൽ കിടക്കുന്നവരെ, പാപത്തിൽ കിടക്കുന്ന അവരെ, ചെളിയിൽ കിടക്കുന്നവരെ കഴുകി വൃത്തിയാക്കണമെങ്കിൽ അവരോട് സ്നേഹത്തോട് കർത്താവിന്റെ സുവിശേഷം പറയണം. അങ്ങനെ ചിലർ ഇതിന്റെ അകത്ത് കർത്താവ് കണക്ട് ചെയ്യാൻ പോവാ. വിശ്വസിക്കാമോ? എന്നെ അതിനുവേണ്ടി കർത്താവ് എഴുന്നേൽപ്പിക്കും. എത്ര പേർ ആഗ്രഹിക്കുന്നു ആ പാപത്തിൽ കിടക്കുന്ന, ലോകമോഹങ്ങളിൽ കിടക്കുന്ന, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ചിലരെ ദൈവരാജ്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ, അസാധാരണമായ ദൈവമഹത്വത്തിലേക്ക്, ആ ദൈവരാജ്യത്തിലേക്ക് അവരെയും കൂടി ഒന്ന് കൊണ്ടുവരാൻ എന്റെ മേലൊരു അഭിഷേകത്തെ കർത്താവെ പകരണമേ. അങ്ങനെ സക്കായി അവിടെ ഇരിക്കുമ്പോൾ യേശു കർത്താവ് വഴിയായി വന്നപ്പോ ആ കാട്ടത്തിൽ ചുവട്ടിൽ നിന്നിട്ട് മുകളിൽ നോക്കി പറയുക. എന്താ പറഞ്ഞത്? സക്കായിയെ ഇറങ്ങി വാ, ഇന്ന്
പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയും. നിങ്ങൾ എവിടെയാ നിൽക്കുന്നത്? ഇറങ്ങി വാ. എവിടെയാ? ലോകമോഹങ്ങളിലാണോ? പാപത്തിലാണോ? ഈ ലോകത്തിന്റെ മ്ലേച്ഛതകളിലാണോ? എവിടെയാ? ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാ, ഇറങ്ങി വാ. അവിടെ നിന്ന് ഇറങ്ങി വാ. എനിക്ക് നിന്നോട് കൂടെ പാർക്കണം. എനിക്ക് നിന്നോട് കൂടെ പാർക്കണം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്ക് നിന്നെ കൂടാതെ ഇനി കഴിയുകയില്ല. കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക്, ഇതിന്റെ അകത്ത് ആരോടൊക്കെയോ മേലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ചില വ്യക്തികളെ കർത്താവ് കണക്ട് ചെയ്യും. ആർക്കുമില്ലാത്ത ശോധനയാണോ സിസ്റ്ററെ? ആർക്കുമില്ലാത്ത വേദനയാണോ? ആർക്കുമില്ലാത്ത ഒറ്റപ്പെടലാണോ? ഒരു വിധത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയാണോ? റസിക്ക ബലഗസി ഷൈനി ജോർജ്, പ്രിയ സഹോദരി, ആർക്കുമില്ലാത്ത വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത നന്മയും നിന്റെ ജീവിതത്തിന്റെ അകത്ത് സ്വർഗം തുറക്കും. വാഗ്ദത്തങ്ങൾ വലുതാകട്ടോ. വാഗ്ദത്തങ്ങൾ ലഭ്യമാകാതിരിക്കുവാൻ നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ ഒരുപോലെ ക്ഷീണിപ്പിച്ച് പുറകിലോട്ട് വലിക്കുന്ന ചില ചങ്ങലകൾ ഇന്ന് പൊട്ടുക. റസിക്ക് ബലേക്ക് ബെരേധന, നീ മുമ്പോട്ട് ഓടുവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ചില ചങ്ങലകൾ നിന്നെ പുറകിലോട്ട് വലിക്കുന്നുണ്ട്. ഇന്നത്തെ മീറ്റിംഗിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നിന്നെ പൊട്ടിച്ച് നിന്നെ മുമ്പിലോട്ട് ഓടിക്കുകയാണ്. ആത്മാവ് പ്രാർത്ഥിച്ചു തുടങ്ങുക കേട്ടോ. റിസേക്കെ ബെരേക്കെ ബെലേക്ക് ബെരേഖദാന ഹദന രഹസ്യ അന്തരാഗബല, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണം ശത്രു വച്ചിരിക്കുന്ന സകല നുഖങ്ങളെ ആത്മാവ് ഞങ്ങൾ പൊളിച്ചു കളയുന്നു. റസിക്കെ ബെരേത്തിനി ഹദന രഹസ്യ, നിനക്ക് വേണ്ടി ചില ദൂതന്മാരെ എന്റെ അപ്പ ആക്ടിവേറ്റ് ആക്കുക. ചില ദൂതന്മാരെ ഞാൻ നിനക്ക് മുമ്പ് ഒരു ദൂതനെ അയക്കുന്നു. റസിക്കെ ബെര, അവൻ നിനക്ക് വേണ്ടി വഴി ഒരുക്കും. ദൈവം ചില വഴികൾ കുഞ്ഞെ നിനക്ക് വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുന്നു. അടഞ്ഞുപോയ അധ്യായങ്ങളെ സ്വർഗം തുറക്കും. ആരുടെയൊക്കെ മേൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിന്റെ അകത്ത് അടഞ്ഞ അധ്യായങ്ങൾ, ഇനി രക്ഷയില്ല, ഇനി മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത ചില ചാപ്റ്ററുകളെ കർത്താവ് തുറക്കും. അത് നിങ്ങളോടുള്ള ദൂതാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൂതാണ്. ഒരു വഴിയും നിന്റെ മുമ്പിൽ അടയ്ക്കാൻ പിശാചിനോ ലോകത്തിനോ മനുഷ്യർക്കോ ഒന്നും കഴിയുകയില്ല. കാരണം നീ ദൈവത്തിന്റെ മകളാണ്, നീ ദൈവത്തിന്റെ മകനാണ്. അപ്പോൾ ആ വിശ്വാസമുള്ളവർ ആത്മാവിലൊന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. എനിക്ക് വേണ്ടി ഒരു വഴിയും അടയ്ക്കുവാൻ ദുഷ്ടന് കഴിയുകയില്ല. എനിക്ക് തുറന്നിരിക്കുന്ന വഴികൾ അടയ്ക്കുന്ന സകല മേഖലകളിൽ ആത്മാവ് ഞാൻ പൊളിക്കുന്നു. പ്രിയ സിസ്റ്റർ ബീന സിസ്റ്റർ, ആത്മാവ് പ്രാർത്ഥിച്ചാട്ട് സാമ്പത്തിക മേഖല ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകണം. ഇതുപോരാ സാമ്പത്തികമായി ഇതിങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട പോരാ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ലോക രാജ്യങ്ങൾ അറിയണം, പട്ടണങ്ങൾ അറിയണം, നിങ്ങളുടെ കുടുംബക്കാർ അറിയണം. അബ്രാലഗസ് യേശുവിന്റെ കൂടെ നടന്നിട്ട് ഇത്രയും സമൃദ്ധി പോരാ. പരിശുദ്ധാത്മാവിനോട് വിളിച്ചു പറയാൻ പറയുന്നു, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ ഞാൻ നിനക്ക് തരാം. മറവിടങ്ങളിലെ ഗുപ്തനിധികളെ ഞാൻ നിനക്ക് തരാം. സമുദ്രത്തിലെ ധനം ഞാൻ നിനക്ക് തരാം. സാമ്പത്തികമായിട്ട് വലിയൊരു ബ്രേക്ക് ത്രൂ ഇന്നത്തെ മീറ്റിംഗിന്റെ അകത്ത് ദൈവം ഒരുക്കും. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് വരുന്നുണ്ട്, പക്ഷെ ക്യാഷ് നിൽക്കുകയില്ല. ക്യാഷ് അധിക സമയം നിൽക്കുകയില്ല. അങ്ങനെ ഒരു അവസ്ഥ. ക്യാഷ് വരും, പക്ഷെ ക്യാഷ് നിൽക്കുകയില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ ക്യാഷ് പോകും. ഇനി പോവുകയില്ല. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രിയ സഹോദരിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, ആ സഹോദരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ആത്മാവിൽ 3-ാം ദിവസം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. ബീന സിസ്റ്ററെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സമൃദ്ധമായൊരു വഴി തുറക്കപ്പെടട്ടെ. അപ്പൊ രണ്ടുപേരുടെ മേലും ദൈവത്തിന്റെ തേജസ്സിന്റെ തീ പിടിക്കട്ടെ. വായ്പ വാങ്ങരുതേ അപ്പ. കൊടുക്കാൻ കർത്താവെ കരത്തിൽ നിറയ്ക്കണം. അനാഥർക്ക് വിളമ്പാൻ, ദരിദ്രർക്ക് കൊടുക്കാൻ, റസ്യക്കെ ബെരേഗതി കരങ്ങളെ ശക്തി ചില ഓർഫണേജിന് സ്പോൺസർ ചെയ്യാൻ പ്രീസസിനെ ആത്മാവി സ്വീകരിച്ചോ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പരിശുദ്ധങ്ങളോട് പറയുന്നു, ബലധന ഹതന ചില ഓർഫണേജിന് ആഹാരം കൊടുക്കുവാൻ നിങ്ങൾ സാക്ഷ്യം പറയും. ഈ മീറ്റിംഗിന്റെ അകത്ത് പരിശുദ്ധം അങ്ങനെ പറയുന്നു. ചില ഓർഫണേജിലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ചില തുകകൾ നിങ്ങൾക്ക് ഈ ബീന സിസ്റ്റർ ഇന്നത്തെ മീറ്റിംഗിന്റെ അകത്തൊക്കെ സ്വർഗം ഓപ്പൺ ചെയ്യുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങൾ സ്വന്തമായ ഒരു ഭവനം സ്വർഗം തരാൻ പോകുകയാണ്. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ അതിനുള്ള പണികൾ പരിശുദ്ധ പറയുന്നു. ഒരു ഭവനം പണിതിട്ട് ഒരു ഭവനം നിങ്ങൾ മേടിക്കുന്ന ഒരു കാര്യം കർത്താവിനെ കാണിക്കുന്നു. അതുകൊണ്ട് ആ വചനം പറയുന്നത്, നിങ്ങൾ പണിതിട്ടില്ലാത്ത ഭവനത്തെ പാർക്കുമെന്ന്. അത് എങ്ങനെ സംഭവിക്കും? ഹോവിയാൽ സംഭവിക്കും. ദൈവത്തെ മാനിച്ചാൽ നിന്നെ ദൈവം മാനിച്ചിരിക്കും. അത് ഉറപ്പാണ്. ദൈവത്തെ മാനിക്കാൻ നീ തുടങ്ങിയാൽ ദൈവം മാനിച്ചിരിക്കും. അവൻ ഉറവകളെ തുറക്കുന്ന ദൈവമാണ്. ആകാശത്തിന്റെ ഉറവകളെ നിനക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറക്കുകയാ. ഇന്നത്തെ മീറ്റിംഗിന്റെ
ഭവനത്തിന്റെ അകത്ത് ഒരു ദൂതൻ കർത്താവ് ആക്ടിവേറ്റ് ആകുന്നത് കർത്താവിനെ കാണിക്കുന്നു. ഫിനാൻഷ്യൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൂതനെ നിന്റെ ഭവനത്തിലേക്ക് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. റസെക്കെ ബെലേഗബസി, അസാധാരണമായി കർത്താവിനോട് പറയുന്നു, വറ്റിപ്പോകാത്തൊരു നീരുറവ തുറക്കുമെന്ന് പറയാൻ പറയുന്നു. വറ്റിപ്പോകുകയല്ല സിസ്റ്റർ, നിങ്ങൾ കൊടുക്കും തോറും അത് ഉറവ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർ ഈ പ്രിയ മകളോട് പ്രവചിക്കുമ്പോൾ തന്നെ ആരൊക്കെയോ ഇത് പ്രാപിക്കുന്നുണ്ട്. വറ്റാത്തൊരു നീരുറവ, വറ്റാത്ത നീരുറവ, ആർക്കും വറ്റിച്ച് കളയാത്ത, ആർക്കും ഒതുക്കി കളയാൻ കഴിയാത്ത, ആർക്കും തകർത്ത് കളയാൻ കഴിയാത്ത ആ ഉറവ, ഓ റസിക്കെ ബെലേക്കെ ബെരേക്കെ ബെരേഗസ്, ആരുടെയൊക്കെയോ മേൽ കർത്താവ് വ്യാപരിപ്പിക്കുകയാ. ഒന്ന് വിശ്വസിച്ച് അത് എന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാ, അത് എന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാ. ബ്രേക്ക് ത്രൂസ്, ആ ദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിലേക്ക് കണക്ട് ആകാൻ പോകുന്നു. നിങ്ങളെ ആ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ ഓ രഹസ്യ ദൈവം ആഗ്രഹിക്കുന്ന ദൂതന്മാർ. എത്ര പേര് റിസീവ് ചെയ്യുന്നു എനിക്ക് അറിയേല, പക്ഷെ പരിശുദ്ധാത്മാരോട് വിളിച്ചു പറയാൻ പറയുന്നു. ലാക്കോപുറജിലെ ദൂതന്മാരുടെ സംഘം, ഈ 54 വ്യക്തികളുടെ മേലും നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ദൂതന്മാർ ഇറങ്ങുക, ദൂതന്മാർ ഇറങ്ങുക, ദൂതന്മാർ ഇറങ്ങുന്ന ആത്മാവിൽ കരങ്ങളടിച്ച് സ്വീകരിച്ചോ. ചില ഏഞ്ചലിക്ക് വിസിറ്റേഷൻസ് ഉണ്ടാകാൻ പോകുന്നു, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ് ഉണ്ടാകാൻ പോകുന്നു. എന്നും കടം വാങ്ങാനല്ല, ദാരിദ്ര്യം അനുഭവിക്കാനല്ല, പുതിയൊരു വഴി നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നു. ദാരിദ്ര്യങ്ങൾ മാറ്റുന്ന രഹസ്യ ഹബരകബരതിന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊണ്ടുവരുന്ന റസ്സേക്കേബ് ഒരു അനുഭവം കർത്താവ് ഇതിന്റെ അകത്ത് തുറക്കുകയാ. തുള്ളനും വിട്ടിലും പച്ചപ്പൊഴുതുന്ന ചില സംവത്സരങ്ങളെ കർത്താവ് നിനക്ക് മടക്കി തരാൻ പോവുകയാ. റസ്സേക്കേബ് ആരൊക്കെ പ്രാർത്ഥിക്കും, ആരൊക്കെ പ്രാർത്ഥിക്കും, അത് ആരൊക്കെ വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിന്റെ അകത്ത് അതാണ് ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ കാണാൻ ശ്രമിച്ച ഒരു വ്യക്തി, യേശുവിന് സാധ്യതയില്ലാത്തിടത്ത് വഴി ഉണ്ടാക്കി യേശുവിനെ കാണാൻ ശ്രമിച്ചു കേട്ടോ. മറഞ്ഞിരിക്കുക, ചിലരങ്ങനെയാ, യേശുവിനെ കാണുന്നുണ്ട് പക്ഷെ മറഞ്ഞിരിക്കുന്നവരോട് പരിശുദ്ധ ദൂത് പറയുന്നു, ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവൻ നിന്നെ പുറത്തെടുക്കും. ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിന്റെ സമയമാകുമ്പോൾ കുഞ്ഞെ മറഞ്ഞിരിക്കുന്ന നിന്നെ നീ പോലും അറിയാതെ നിന്നെ പുറത്തു കൊണ്ടുവരും. പത്രോസ് ഈ കാരാഗൃഹത്തിന്റെ അകത്തായിരിക്കുമ്പോ പിറ്റേ ദിവസം അദ്ദേഹത്തെ കൊന്നുകളയും. പക്ഷെ അതിന്റെ അകത്ത് ദൂതൻ ഇറങ്ങി ചില ചങ്ങലകൾ അടിച്ച് റഹസ്യ പുറത്തു കൊണ്ടുവന്നിട്ട് സ്വപ്നം കാണുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. റഹസ്യക്ക് നിങ്ങൾ ഒരു ഹാലയിൽ സ്വപ്നം കാണുന്നത് പോലെ തോന്നുന്ന നിലവാരത്തിൽ ആ വിഷയത്തിന്റെ അകത്ത്, ദർശനം കാണുന്ന തോന്നുന്ന നിലവാരത്തിൽ ആ വിഷയത്തിന്റെ അകത്തുനിന്ന് പുറത്തു വരും. ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീഴുക. റസ്യകൾ എത്ര പേർ അത് പ്രസൻസ് അനുഭവിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല. ചിലരുടെ ശരീരം ഫ്രീ ആകുന്നുണ്ട്, ചില രോഗാവസ്ഥകൾ സൗഖ്യമാകുന്നുണ്ട്, ചില മാനസികമായ സംഘർഷങ്ങൾ അടിയുകുന്നുണ്ട്. ഇപ്പോൾ തന്നെ റൈറ്റ് നൗ ആ ദൂതന്മാർ ഈ ഭവനങ്ങളുടെ അകത്തേക്ക് ആക്ടിവേറ്റ് ആകാൻ കൽപ്പിക്കുന്നു. ചില രോഗ മേഖലകളെ തകർക്കുന്ന റസ്യക്കെ ബെരേക്കെ ബെരേഗബരധന ഈ സക്കായിയെ റീഗബര വിടുവിച്ച ദൈവത്തിന്റെ കരം ഈ വ്യക്തികളുടെ മേല് ദൈവത്തിന്റെ മഹത്വത്തിന്റെ കരം വെളിപ്പെടണം. ഉറസെ കരഞ്ഞു നിലവിളിച്ചു വേദനിച്ചുമായിരിക്കുന്ന ചില വ്യക്തികൾ ഇതിന്റെ അകത്തുണ്ട്. കരഞ്ഞു നിലവിളിക്കുക, വേദനിച്ച് നിലവിളിക്കുക. റസിക്കെ ബെജിനി സാമുവെ, പ്രിയ ദൈവ പൈതലെ, നീ കരയുന്നതിന്റെ ഉത്തരം ദൈവാത്മാവ് നിനക്ക് തരും. കണ്ണുനീരോട് വിതച്ച ചില വിഷയത്തിന്റെ അകത്ത് ജിൻസി സാമുവേൽ പരിശുദ്ധാത്മാവോട് പറയുന്നു, ജിൻസി സാമുവേൽ പരിശുദ്ധാത്മാവോട് പറയുന്നു, നീ കണ്ണുനീരോട് വിതച്ച വിഷയത്തിന്റെ അകത്ത് ആപ്പോടെ കൊയ്യുന്ന തരത്തിൽ നിന്നെ നിന്ദിച്ചവർ കാണുകയെ തന്നെ, നിന്നെ പരിഹസിച്ചവർ കാണുകയെ തന്നെ, നിന്നെ കളിയാക്കിയവർ കാണുകയെ തന്നെ, നിന്നെ മാറ്റി നിർത്തിയവർ കാണുകയെ തന്നെ, അവൻ നിന്നെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുക കുഞ്ഞെ. അബ്രാലകബ കരഞ്ഞ് കരഞ്ഞ് ഇനി കണ്ണിൽ കണ്ണുനീരില്ല. പരിശുദ്ധം അങ്ങനെ പറയുന്നു. വല്ലാത്ത പ്രതികൂലം, വല്ലാത്ത പ്രതിസന്ധി, വല്ലാത്ത കാറ്റ്, രഹസ്യകബ മാറി മാറി അടിക്കുന്ന കാറ്റ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് സഹായിക്കാൻ ആരുമില്ല, നിന്നെ കരുതാൻ നിനക്ക് ആരുമില്ല, നീ ഒറ്റപ്പെടലിന്റെ ആഴങ്ങളിലായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്നോട് വിളിച്ചു പറയുന്നു, നീ ഒറ്റപ്പെട്ടു പോയ അനുഭവത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ഇറങ്ങി വരികയാ. കാരാഗൃഹത്തിന്റെ ചില അനുഭവങ്ങളിൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന അഭിഷേകത്തിന്റെ തലം തുറക്കപ്പെടുകയാ. പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം തൊണ്ടയെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില മേഖലകൾ, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ വല്ലാത്ത
വല്ലാത്ത ഭാരം, വല്ലാത്ത പ്രതികൂലം, വല്ലാത്ത പ്രതിസന്ധി. കുഞ്ഞെ, നീ പ്രാർത്ഥിച്ച ആ ദേശം വിടുവിക്കപ്പെടും. നീ പ്രാർത്ഥിച്ച നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ആ പൈശാചിക മേഖല നിന്നെ അറ്റാക്ക് ചെയ്യുന്നത്, ആ ആത്മ മേഖലയുടെ അകത്ത് അതിനെ വെട്ടിക്കളഞ്ഞ് മുമ്പോട്ടോടാൻ പരിശുദ്ധൻ ആലോചന പറയുന്നു. ചിലരെയൊക്കെ പ്രാർത്ഥിക്കാൻ സമയത്ത് തൊണ്ടയിൽ വല്ലാത്ത അസ്വസ്ഥത. പാട്ടുപാടാൻ നേരത്ത് മാത്രമേ ഉള്ളൂ. പലരും പറയുന്ന ഒരു കാര്യമാണ്, പാട്ടുപാടാനും ബൈബിള് വായിക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത, ഉറക്കത്തൂക്കം. അങ്ങനെയൊക്കെ ഉള്ളവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മന്ദതയുടെ ആത്മാവിനെ ഞങ്ങൾ ഒരുമിച്ച് അതിനെ പൊളിച്ചു കളയുന്നു. ആത്മാവിൽ എരിവോടെ ഓടാൻ, ഉറക്കം ഉറക്കം വല്ലാത്ത ഉറക്കത്തൂക്കം, പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം, ആരാധിക്കാൻ കഴിയാതെ വണ്ണം, മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണം നിന്നെ ഭാരപ്പെടുത്തുന്ന ദുഷ്ട നുക ഇപ്പോൾ അടിയുകയാണ്. നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഒന്ന് കൈവച്ച്, നിന്റെ തൊണ്ടയിലേക്ക് ഒന്ന് കൈവച്ച്, എവിടെയാ നിങ്ങൾക്ക് അസ്വസ്ഥത, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് അനുഭവമോ എനിക്കറിയില്ല. നിങ്ങൾ കണ്ണിലാണെങ്കിൽ ഒന്ന് കണ്ണിൽ കൈവച്ച്, നിങ്ങളുടെ തൊണ്ടയിലാണെങ്കിൽ തൊണ്ടയിൽ ഒന്ന് കൈവച്ച്, റേസിക്കാം. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ മക്കൾ കരം വെച്ച് പ്രാർത്ഥിക്കുന്ന ആരൊക്കെ ഉണ്ടോ അപ്പ, ഈ മക്കളെ എന്റെ ദൈവം തൊടണം. പ്രിയ മക്കൾക്ക് അധികം ഓടുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കണ്ണിൽ കർത്താവ് ഉറക്കം വരുന്നു, ഉറക്കത്തൂക്കം വരുന്നു. കർത്താവെ, ഒരു മന്ദതയുടെ ഒരു അനുഭവം വരുന്നു. യേശുപ്പ, പ്രാർത്ഥിക്കാൻ കഴിയാ, തൊണ്ടയിൽ അസ്വസ്ഥതയുണ്ടപ്പ. കർത്താവെ, ചുമയുടെ പ്രയാസങ്ങൾ കടന്നു വരുന്നു. യേശുപ്പ, ഈ മക്കൾ പ്രാർത്ഥിക്കുന്നവരുടെ മേലെ ദൈവത്തിന്റെ കരം ഇപ്പോൾ വ്യാപരിക്കണമേ. കർത്താവ്, ഒട്ടനവധി പേര് കരം വെച്ച് പ്രാർത്ഥിക്കുന്ന അടിയൻ കാണുന്നപ്പ. ഈ കുടുംബത്തിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടണം യേശുവെ. ഇവർക്ക് അധികം പ്രാർത്ഥിക്കാൻ, അധികം ആരാധിപ്പാൻ, അധികം കൂടി ചേർന്നിരിപ്പാൻ സ്വർഗം ഈ അങ്ങയുടെ നാഥ ഒരു വഴി സ്പെസിഫിക് ആയിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം, വിടുതൽ വ്യാപരിക്കട്ടെ. വല്ലാത്ത തലവേദന, വല്ലാത്ത പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ മൈഗ്രെയിൻ പോലുള്ള ചില തലവേദനകൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. റസിക്ക് അധികം അപ്പായ്ക്ക് വേണ്ടി ഓടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ശാരീരികമായി നിങ്ങളെ ക്ഷീണിപ്പിച്ച് ചില ഉദര രോഗങ്ങൾ കർത്താവിനെ കാണിക്കും. ചില ഉദര രോഗങ്ങൾ റസിക്ക് ബെരിക്ക് ബലികതർ ഇപ്പോൾ അഴിയപ്പെടുകയാ. റസിക്ക് നിങ്ങൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു കാര്യവുമില്ല. അങ്ങനെ കരയുന്ന ഒരു 3 വ്യക്തികൾ ഇതിന്റെ അകത്തുണ്ട്. ഒരു കാര്യവുമില്ല, വെറുതെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്റെ കൂടെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്ന 3 സഹോദരിമാർ ഇതിന്റെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. ആ ലോൺലിനെസിന്റെ ആത്മാവിനെ, ആ സ്പിരിച്വൽ വാർഫയർ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി ആ സ്പിരിച്വൽ വാർഫയർ നടത്തുക. റസ്യക്കേബിലും ആത്മാവിൽ പ്രാർത്ഥിച്ചു. കുഞ്ഞെ, നീ ഒന്ന് പ്രാർത്ഥിച്ച് ചുമ്മാ ഇരുന്ന് കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്തിനെന്ന് ആണ് നീ കരയുന്നത് നിനക്ക് പോലും അറിയത്തില്ല. റസിക്ക് ബെരീക്കസ് അങ്ങനെ ഒരു ദുഷ്ട മേഖല ഇന്നത്തെ മീറ്റിംഗിന്റെ അകത്ത് പൊളിയപ്പെടുക. ആ 3 സഹോദരിമാരും യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് കർത്താവിനെ കാണിക്കുന്നു. ലേഖെ ബെരേക്ക ബരാധന 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ വ്യക്തമായി കർത്താവ് സക്കായിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവനും അബ്രഹാമിന്റെ മകനെ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ആര് നിന്നെ രക്ഷിക്കാൻ ഇല്ലേലും സാജൻ ബഹ്റൈൻ നിന്നെ സഹായിക്കാൻ സ്വർഗം ഇറങ്ങും. സാജൻ, പ്രിയ അഭിഷിക്ത, ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വല്ലാതെ സ്ട്രഗിളിങ് അനുഭവിച്ചാണ് ആ രാജ്യത്തിലായിരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയേല, നാളെ എന്താകുമെന്ന് അറിയാത്ത ഭയത്തോടെയാണ് സാജൻ ബ്രദറെ നിങ്ങളായിരിക്കുന്നത്. ശരിയാണോ സാജൻ? ഒന്ന് മൈക്ക് ഓൺ ചെയ്തൊന്ന് പറയാമോ? റസിക്ക് ബെലേക്ക പരിശുദ്ധന്മാരോട് പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ആ രാജ്യത്തിൽ തന്നെ ഒരു വിശാലമായ വഴി തുറക്കാൻ പോവുക. വിശാലമായ, ആരാണോ അടച്ചത് അവർ കാണുകയെ തന്നെ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കും. നിങ്ങൾക്ക് നാട്ടിൽ വരണോ അതോ അവിടെ പിടിച്ചു നിൽക്കണോ എന്ന് കൺഫ്യൂഷനില്ല ഈ മീറ്റിംഗിൽ കയറിയത്. പരിശുദ്ധനോട് വിളിച്ചു പറയാൻ പറയുന്നു, നാട്ടില് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില പൈശാചിക അറ്റംപ്റ്റുകളെ ഇന്നത്തെ മീറ്റിംഗിന്റെ അകത്ത് സ്വർഗം കീറി കളഞ്ഞിട്ട് പിന്നെ ചിലയിടങ്ങളിൽ ഉറപ്പിക്കും. നിൽക്കുവാനുള്ള സാധ്യതകൾ, ഒരു പ്രൊവിഷൻ നിനക്ക് വേണ്ടി ഇന്നൊരു കീ നിന്റെ കയ്യിൽ ദൂതന്മാർ തരുന്നത് കർത്താവിനെ കാണിക്കുന്നു. ദൂതൻ നിന്റെ കയ്യിൽ ഒരു കീ തരാൻ പോകുക. ആ കീ കൊണ്ട് നിനക്ക് ആ വിഷയത്തെ പരിഹരിക്കാൻ കഴിയും. പ്രിയ സഹോദരനോട് പ്രവചിക്കുമ്പോൾ തന്നെ ആരോടൊക്കെയോ പരിശുദ്ധൻ പറയുന്നു, ജോലി
ജോലി നഷ്ടപ്പെട്ടു പോകുമോ, ആ രാജ്യത്തിൽ എനിക്ക് നിൽക്കാൻ കഴിയുമോ എന്നോർത്ത് കരയുന്ന ഒട്ടനവധി പേര് ഇതിന്റെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവോട് പറയുന്നു, നിന്റെ കയ്യിൽ ദൂതൻ ഒരു കീ തരുക, ആ കീ കൊണ്ട് നിനക്ക് ആ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. പ്രിയ ദൈവ പൈതലെ, ആരുടെയൊക്കെയോ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നല്ലോ. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിലും അടിയപ്പെട്ടിരിക്കും. ആത്മാവിൽ ഒന്ന് കയറി വന്ന് എല്ലാവരും ആത്മാവിൽ ആ താക്കോൽ എനിക്ക് വേണമെന്നുള്ളവർ ആത്മാവിൽ ഒന്ന് കയറി വന്ന് അസാധാരണ തീ പിടിക്കുന്ന എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൂതന്മാർ വല്ലാതെ ആക്ടിവേറ്റ്, നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ ഫാസ്റ്റ്ലി ചില ഫയലുകൾ എടുക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. റെസിക്കെ ബെരേക്ക വരാതെ ചില വിസ അപ്രൂവൽസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, റെസിക്കെ ബെലേക്ക ചില യാത്രകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ലേക്ക് ബെലേക്കും മൊറുദുനി ഹദന രഹസ്യ ചില രോഗശക്തികളിൽ നിന്ന് സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവർ, ഇതിന്റെ അകത്ത് ആരൊക്കെ ആയാലും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചൊന്ന് കരങ്ങൾ അടിച്ചു തന്നെ ആത്മാവിൽ ഒന്ന് സ്വീകരിച്ചു. ചില ഭാരങ്ങൾ, ചില താക്കോലുകൾ, ലീഗബസ് നിനക്ക് ലഭിക്കുന്ന തടസ്സമായ തടസ്സങ്ങൾ പരിശുദ്ധാത്മ പൊളിക്കുക. നിങ്ങളാണ് താക്കോൽ യൂസ് ചെയ്യാനുള്ളത്, നിങ്ങളാണ് അതിന്റെ അവകാശി, നിങ്ങളാണ്, ശത്രു അല്ല. നിങ്ങളെ നിന്ദിക്കുന്നവനല്ല, നിന്നെ പരിഹസിക്കുന്നവനല്ല, നിന്നെ കളിയാക്കുന്നവനല്ല. നിന്റെ മേലാണ് ആ അഭിഷേകമുള്ളത്. ഒന്ന് ആത്മാവ് സ്വീകരിച്ചോ. റസയ്ക്ക് താക്കോൽ നിന്റെ കയ്യിൽ ദൈവാത്മാവ് തരികയാ. ആ താക്കോൽ നിന്റെ കയ്യിൽ ദൈവാത്മാവ് തരികയാ. റസയ്ക്ക് ബെരേദന ചിലത് തുറക്കാനുള്ളത് റസയ്ക്ക് അഭിഷേകത്തിന്റെ അടുത്തൊരു മേഖല ഈ ജനത്തിന്റെ മുമ്പിൽ ഓപ്പൺ ആകട്ടെ. റസിക്ക് ബെരിക്ക് ബെരേഖദന ഹദന 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 രീഗബാല റതുരിദുനു ദുനുദുനുദുന ചില താക്കോലുകൾ രീഗബസി പരിശുദ്ധാത്മാവ് നിന്റെ കയ്യിൽ തരട്ടെ. അത് വെച്ച് നിനക്ക് പൂട്ട് തുറക്കാൻ റീഗബ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുകയാണ്. ആരുടെയൊക്കെ യെസ് ബ്ലസ് കുഞ്ഞെ നിന്നെ തൊടുക പരിശുദ്ധാത്മാവ്. ചില താക്കോലുകൾ റീഗബസ് നിന്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് തരുമെന്ന് ആത്മാവ് സ്വീകരിച്ചോ. ബലേഗബർ അനേക വർഷിപ്പിന് വേണ്ടിയുള്ള വേദികൾ നിന്റെ മുമ്പിൽ ഓപ്പൺ ആകുന്നത് കർത്താവിനെ കാണിക്കുന്നു. ലേഗസി നിന്നെ വളർത്തിയവരെ നീ മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടി കർത്താവ് പറയുന്നു. നിന്നെ കർത്താവ് ഉയരങ്ങളിൽ കൊണ്ടുപോയാലും നിന്നെ വളർത്തിയത് ആരാണെന്ന് നിനക്ക് ബോധ്യം വേണം. അപ്രാ ലഗസിക്ക് ബെലേക്ക് ബുറുദിന് സ്വർഗം ചില വഴികൾ താക്കോലുകൾ നിന്റെ കയ്യിൽ തരുകയാ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. യഹോവയാണ് രക്ഷ. ഹല്ലേലൂയ. യഹോവയാണ് വെളിച്ചം. കർത്താവിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തികളും ഒരിടത്തും തളർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. രക്ഷ എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നാണ് വിടുതലാണ്. ശിക്ഷിക്കപ്പെടേണ്ട നമ്മളെ നിത്യരാജ്യത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നതാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-34 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് രക്ഷ തന്നത് യുദ്ധം നടത്തുന്നതിനായി എന്ന് കാണാൻ കഴിയും. ഒന്ന് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 34-35. അവൻ എന്റെ കൈകൾക്ക് വിദ്യാഭ്യാസം വരുത്തുന്നു, എന്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. രക്ഷ എന്ന പരിച ദൈവം നമുക്ക് തന്നിരിക്കുന്നത് യുദ്ധം ചെയ്യാനാണ്. എന്തിനാ സിസ്റ്റർ യുദ്ധം ചെയ്യുന്നത്? നിങ്ങൾക്കെതിരെ അൺസീൻ ആയിട്ടുള്ള വേർഡിൽ, അതായത് കാണാൻ കഴിയാത്ത വേർഡില് നിന്ന് പ്രവർത്തിക്കുന്ന അനേകം ദുഷ്ട സൈന്യങ്ങളുണ്ട്. ഈ രക്ഷ എന്ന ശിരസ്ത്രം ഹല്ലേലൂയ നീ വയ്ക്കുമ്പോ, രക്ഷ എന്ന പരിച നീ എടുക്കുമ്പോ അതിൻ്റെ അകത്ത് ശത്രുവിന് നിന്നെ തൊടാൻ കഴിയുകയില്ല. പിടികിട്ടുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എന്തിനാ നിങ്ങളോട് സംസാരിക്കുന്നത്? രക്ഷിക്കപ്പെടുന്ന ആ പ്രോസസ്സിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ പൈശാചിക മേഖല വിറയ്ക്കാൻ തുടങ്ങും. ബീന സിസ്റ്റർ വളരെയധികം ദൈവരാജ്യത്തിന്റെ അകത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ചില മേഖലകളിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞു വന്ന ഒരു സമൂഹമായി പുറത്തു വരുമ്പോൾ അതിൻ്റെ അകത്ത് വിറയ്ക്കുന്ന ഒരു സമൂഹമുണ്ട്. അതുപോലെ യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ പൈശാചിക ലോകം നിങ്ങളെ വല്ലാതെ പേടിക്കും. പിടികിട്ടുന്നുണ്ടോ? അവന് നിന്നെ വല്ലാതെ ഭയം തോന്നും. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സീസൺ തുറക്കുക.
പൈശാചിക മേഖലകൾക്ക് ചിലരെ കാണുമ്പോൾ ഭയം തോന്നുന്ന നിലവാരത്തിൽ. അത് നിങ്ങളോട് തന്നെയാ, നിന്നോട് തന്നെയാ. ഇപ്പൊ നീ ചിന്തിച്ചില്ലേ എന്നോടാണോ? യെസ്, നിന്നോട് തന്നെയാ. റസ്സിക്ക് ബെല്ലേക്ക് അതൊന്ന് പ്രാപിച്ചോ കേട്ടോ. പൈശാചിക മേഖല നിന്നെ കാണുമ്പോൾ ഭയം തോന്നുന്ന നിലവാരത്തിൽ സ്വർഗം ചിലത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-17 വ്യക്തമായത് എഴുതി വച്ചിട്ടുണ്ട്. രക്ഷ എന്ന ശിരസ്ത്രം നാം ധരിക്കണം. സർവായുധ വർഗത്തിൽ ഒന്നാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പോ രക്ഷയ്ക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വല്ലാത്ത പ്രാധാന്യമുണ്ട്. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തെ കടമ്പയാണ് രക്ഷിക്കപ്പെടുക. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന കുഞ്ഞാട്ടിന്റെ മണവാട്ടിയെ ചേർക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഈ 5 പ്രോസസ്സിലൂടെ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മ ആരുടെക്കോ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഈ പ്രോസസ്സിലൂടെ പോയേ മതിയാകൂ. ആദ്യം മാനസാന്തരമാണ്. എന്താ മാനസാന്തരം? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപപ്രവൃത്തിയിൽ നിന്ന് വിട്ട് എനിക്കിനി പാപം വേണ്ട, എനിക്കിനി ലോകം വേണ്ട, എനിക്കിനി ദൈവത്തിന്റെ ഇഷ്ടം വേണ്ട, കൂടെ ഇറങ്ങുന്ന ഒരു അനുഭവമാണ് മാനസാന്തരം. അത് ഉള്ളിൽ നമ്മൾ പറയുക, ആ പാപം പിന്നെ ചെയ്യാൻ പാടില്ല. ഉപേക്ഷിച്ച് കളഞ്ഞ പാപം പിന്നെ ചെയ്യാൻ കഴിയില്ല. ആ തെറ്റിനെ നമ്മൾ പൂർണ്ണമായി ഉരിഞ്ഞു കളയുകയാണ്. രണ്ടാമതായി രക്ഷിക്കപ്പെടുക. പരിശുദ്ധാത്മ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ നാം ഒരു വ്യക്തി എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ യേശുവിനെ ഹൃദയം കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യണം. ഇതിന്റെ അകത്ത് ആരെങ്കിലും, എനിക്കറിയില്ല, നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ പാരമ്പര്യ സഭയിലൊക്കെ ഉണ്ടായിരുന്നതായിരിക്കാം, ചിലപ്പോൾ ഹൈന്ദവ നിലവാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് വന്നതായിരിക്കാം. നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ പറയണം, യേശുവിനെ കർത്താവായി ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണ്. ഞാന് യേശുവിനെ വായ് കൊണ്ട് ഏറ്റു പറയുകയാണ്. എന്റെ യേശുവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇപ്പോൾ വെളിപ്പെട്ട് വരും. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ ആത്മാവിന് ശക്തിയുണ്ട്. അത് നിന്റെ മേൽ വെളിപ്പെട്ട് വരാൻ ഇടയാകും. ആരെങ്കിലും ഇങ്ങനെ വായിക്കൊണ്ട് യേശുവിനെ കർത്താവ്, എന്റെ കർത്താവായി ഞാൻ യേശു കർത്താവിനെ സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് പറയാം. ഈ മെയ് മാസം 14-ാം തീയതി നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ട ഡേറ്റ് ഇന്നാണ്. പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ വായി കൊണ്ട് പറഞ്ഞേ മതിയാകൂ. യേശുവാണ് രക്ഷകൻ, യേശുവാണ് എന്റെ രക്ഷകൻ, യേശുവാണ് എന്റെ കർത്താവ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 40-41 വാക്യങ്ങൾ വ്യക്തമായി പറയുന്നു, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടാൽ അവന് അടുത്തൊരു മേഖല തുറക്കപ്പെടും, സ്നാനം വെളിപ്പെടും. അവന് പിന്നെ സ്നാനപ്പെടാൻ തോന്നും. കാരണം ഇന്നലെ വരെ ഞാൻ ജീവിച്ചത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, ഇന്നലെ ഞാൻ ഓടിയത് ദൈവത്തിന് ഹിതപ്രകാരമല്ല. അവനകത്തൊരു പാപബോധനവും ഉണ്ടാകാൻ ഇടയാകും. അവൻ വെള്ളത്തിൽ സ്നാനപ്പെടാൻ തുടങ്ങും. റസ്സേകേബരതന, അങ്ങനെ ഒരു അനുഭവം ഇതിന്റെ അകത്ത് ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്? എനിക്ക് യേശുവിന് കൂടെ ചേരണം. എന്തിനാ കുഞ്ഞ്? സഭയോട് ചേരാനല്ല സ്നാനം. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനോട് ചേരാൻ, വിവാഹം കഴിക്കാനല്ല സ്നാനം. ആരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നുണ്ട്? ഒരു സഭയോട് ചേരാനോ ഒരു വിവാഹം കഴിക്കാനോ ഒരു ജോലി കിട്ടാനോ അല്ല നീ സ്നാനപ്പെടേണ്ടത്. നീ സ്നാനപ്പെടേണ്ടത് ക്രിസ്തുവിനോടുകൂടെ ചേരാൻ വേണ്ടിയിട്ടാണ്, ക്രിസ്തുവിന്റെ മരണത്തിന് പങ്കാളികളാകാൻ വേണ്ടിയിട്ടാണ്. റോമർക്ക് എഴുതിയ ലേഖനം വ്യക്തമായി നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് സ്നാനത്തെ കുറിച്ച് നമ്മെ പ്രബോധിപ്പിക്കുന്നു. എനിക്കറിയില്ല, ദൈവാത്മാവ് വ്യക്തമായി നിങ്ങളോട് പറയാൻ പറയുന്ന ഒരു കാര്യം, സ്നാനപ്പെടാത്ത ആരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞെ, നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെടണം. ഇത് ദൈവരാജ്യത്തിന്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഈ മെയ് മാസം എന്നോട് പറഞ്ഞൊരു ദൂതാണ് ഇത്. രക്ഷയിലേക്ക് ജനത്തെ കൊണ്ടുവരണം. ഇതിന്റെ അകത്ത് നിങ്ങൾ പലരും രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം. എങ്കിലും നിങ്ങളെ ഈ ദൂത് കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ഇനിയും രൂപാന്തരം
ചെയ്യണമെങ്കിൽ ഇന്ന് പ്രിയ അഭിഷിക്തൻ പ്രാർത്ഥിച്ചപ്പോ പാടിയതുപോലെ ഹല്ലേലൂയ, ശുദ്ധിക്കായി യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിന്റെ രക്തത്താൽ. ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ദൈവാത്മാവ് നമ്മെ ഒന്ന് കഴുകാൻ പോയി. എന്തിനാ കഴുകുന്നത്? അധികം ഷാർപ്പായിട്ട് നിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാ. കർത്താവ് വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധിയിൽ വസിക്കുന്നവനാകൊണ്ട് ഒരു അശുദ്ധിയുടെ അകത്തും കർത്താവിന് ഇരിക്കുവാൻ കഴിയേല കുഞ്ഞെ. അതിന്റെ അകത്ത് പത്രോസ് ശുശ്രൂഷിക്കുമ്പോൾ 3000 പേര്, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, 3000-ഓളം പേര് സ്നാനമേൽക്കുവാൻ ഇടയായി. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിനോട് ചേരാൻ നാം സ്നാനപ്പെടുന്നു, പാപമോചനത്തിന് വേണ്ടി നാം സ്നാനപ്പെടുന്നു. ഹല്ലേലൂയ. വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുമ്പോൾ കുഞ്ഞെ, നമ്മൾ ഈ രക്ഷയുടെ സന്ദേശം കേൾക്കുമ്പോൾ പലരും പല രീതിയിൽ ചിന്തിക്കാൻ ഇടയുണ്ട്. യേശുവിനെ ഹല്ലേലൂയ രക്ഷിതാവായി സ്വീകരിക്കാൻ ചിലരൊക്കെ യേശുവിനെ വേണ്ട, യേശുവിന്റെ സൗഖ്യം മതി. അത് ദൈവരാജ്യത്തിന്റെ അകത്ത് നടക്കുകയല്ല. പല പല കാര്യങ്ങളും നോക്കുമ്പോൾ എനിക്ക് വ്യക്തമായി ശുശ്രൂഷ നിൽക്കുന്നുണ്ട് അറിയാം. അവർ മീറ്റിങ്ങിൽ വരും, പ്രാർത്ഥിക്കും, അവർക്ക് വിടുതൽ കിട്ടും, അവര് പോകും, പിന്നെ കാണുകയേയില്ല. അവരെ പിന്നെ വിളിച്ചാലും അവർക്ക് അടുത്തൊരു വിഷയം വരണം ദൈവരാജ്യത്തിലേക്ക് വരാൻ. അവർക്ക് യേശുവിനെ വേണ്ട. അങ്ങനെയല്ല. വിടുതൽ കിട്ടാനല്ല, സൗഖ്യം കിട്ടാനല്ല, യേശു എന്റെ രക്ഷിതാവാണ്. ഞാൻ എന്റെ ജീവിത അവസാനം വരെ യേശുവിന്റെ കൂടെ ഇരിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ്. പിടികിട്ടുന്നുണ്ടോ? യേശു എന്റെ രക്ഷിതാവാണ്. സൗഖ്യം കിട്ടാൻ മാത്രമല്ല, വിടുതൽ കിട്ടാൻ മാത്രമല്ല, അന്ത്യം വരെയും ദൈവത്തിന്റെ കൂടെ നടക്കണം എനിക്ക്. അന്ത്യം വരെയും. സ്നാനപ്പെട്ടവരായിരിക്കാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. ഒരു വിടുതലിന് വേണ്ടി ഇതിന്റെ അകത്ത് കയറരുത്. വിടുതലിന് വേണ്ടി മാത്രമല്ല, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. അവൻ നിന്റെ അപ്പനാണ്, അവൻ നിന്റെ അപ്പനാണ്, അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്, അവൻ നിന്നെ കരുതുന്നവനാണ്, അവൻ നിന്നെ മാറോട് അണയ്ക്കുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 25-ാം വാക്യത്തിൽ ദിദിമോസായ തോമാസ് ഹല്ലേലൂയ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കൈകളില് ആണിപ്പഴുതിൽ എനിക്കൊന്ന് കൈയിടണം, വിലാപ്പുറത്ത് കൈയിടണം എനിക്ക്, എന്നാലേ ഞാൻ വിശ്വസിക്കൂ. ചിലരങ്ങനെയാ. രക്ഷയുടെ സന്തോഷം നിങ്ങളുടെ അടുക്കൽ വരുമ്പോ അവര് പരീക്ഷിക്കാൻ തുടങ്ങും. അവരൊരു അടയാളത്തിനായി കാത്തിരിക്കും. പ്രിയ ദൈവ പൈതലെ, ഒന്ന് വായിക്കാവോ യോഹന്നാന്റെ സുവിശേഷം 20-25? യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യോഹന്നാൻ 20-25. മറ്റു ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കായില്ലെന്ന് അവർ അവരോട് പറഞ്ഞു. പ്രിയ ദൈവ പൈതലെ, യേശു കർത്താവിന് എന്തുമാത്രം വിഷമം തോന്നിക്കാണും. കൂടെ നടന്ന ശിഷ്യനാണ്, എല്ലാ അത്ഭുതങ്ങളും കണ്ടവനാണ്, എല്ലാ അതിശയ പ്രവൃത്തികളും കണ്ടവനാണ്, മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നവനെ കണ്ടതാണ്. എല്ലാ വചനങ്ങളും കേട്ടിട്ട് ചിലരങ്ങനെയാണ്. ചിലർക്കൊന്നും ദൈവരാജ്യം മനസ്സിലാകുകയില്ല കുഞ്ഞെ. നിനക്ക് ദൈവരാജ്യം മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ ദൈവത്തിന് നന്ദി പറ. രക്ഷയുടെ സന്തോഷം കർത്താവ് നിനക്ക് തന്നെങ്കിൽ ഒന്ന് നന്ദി പറ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കർത്താവ് പലരെയും ഓർത്ത് കരയുമ്പോ, പ്രിയ ദൈവ പൈതലെ, ഇവിടെ ഇന്ന് 56ഓളം വ്യക്തികളുണ്ട്. നിങ്ങളെ കർത്താവ് ഈ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നതിന് ദൈവത്തിനൊന്ന് നന്ദി പറ. എന്റെ ദൈവം എത്ര വിശ്വസ്തനാ. നമ്മൾ പലരും വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് കുമ്പിടേണ്ടിയവരായിരുന്നു. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, പാനീയ ബലികൾ അർപ്പിക്കേണ്ടവരായിരുന്നു. അവിടെ ഇനി ചെയ്ത് തുടരാതെ വണ്ണം കർത്താവ് രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിനൊന്ന് നന്ദി പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കൈകളിൽ ആണിപ്പഴുത് എനിക്കൊന്ന് കാണണം. ആണിപ്പഴുത് കാണുക മാത്രമല്ല, അതിൽ കൈയിടണം.
പിന്നെ എനിക്ക് എന്ത് ചെയ്യണം? വിലാപ്പുറത്ത് കൈയിടണം. 3 ഉറപ്പ് ചോദിക്കുക. ഹാലേലൂയ. നമ്മൾ എന്താ ഇപ്പൊ ഈ സമയം എന്താ ചിന്തിക്കുന്നതെന്ന് കർത്താവിന് അറിയാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് എന്ത് മനോഭാവത്തിലാ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. ചിലര് പ്രാപിക്കാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്, ചിലർ അളക്കാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്, ഇതിന്റെ അകത്ത് ചിലർ ആഹാരം കഴിക്കാൻ ഇരിക്കുന്നവരുണ്ട്, ചിലർക്ക് നന്മ പ്രാപിക്കാൻ ഇരിക്കുന്നവരുണ്ട്, ചിലർ വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതൊന്നും പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല. എല്ലാത്തിനേക്കാളും നിത്യരാജ്യത്തിനു വേണ്ടി നീ ഒരുങ്ങണം. ഇൻ ഗ്രേസ് ഫെലോഷിപ്പ് പ്രിയ സിസ്റ്റർ നടത്തുന്നത് ഇങ്ങനെ 7 ദിവസമൊക്കെ നിങ്ങൾക്ക് എല്ലാ മാസവും കർത്താവ് ഒരുക്കുന്നത് വെറുതെ അല്ല, നിത്യരാജ്യത്തിന് വേണ്ടി നിന്നെ ഒരുക്കാനാ. നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടണ്ടെന്ന് ഞാൻ പറയുകയല്ല, നിങ്ങൾക്ക് വീട് കിട്ടേണ്ടെന്ന് പറയാം. അതിനേക്കാൾ ഉപരി ഭൗതിക നന്മകളെക്കാൾ ആത്മാവിൽ നന്മ നീ പ്രാപിക്കണം. ആത്മാവിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നിനക്ക് പാടാൻ കഴിയണം. സ്വർഗത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്യാൻ തയ്യാറാകണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: അവിശ്വാസി ആകരുത്. അവിശ്വാസി ആകാതെ വിശ്വാസി ആയിരിക്കുക. ഹാലേലൂയ. അപ്പൊ ഉടനെ അദ്ദേഹം പറയുന്ന തോമാസിന് മാനസാന്തരം ഉണ്ടാവുകയാണ്. അദ്ദേഹം പറയുന്നു, കർത്താവും ദൈവവുമായുള്ളവേ. ഹാലേലൂയ. ഇത് മാനസാന്തരം ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാ. കർത്താവും ദൈവവുമായുള്ളവേ. ചിലരുടെയൊക്കെ കണ്ണിന്ന് തുറക്കും ബീന സിസ്റ്ററെ. എത്ര വചനം പറഞ്ഞു കൊടുത്തിട്ടും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ പുറകിലോട്ട് ചലിക്കുന്ന ചിലര് തോമാസിനെ പോലെ അവര് മാറി നിൽക്കുക. എത്ര ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. അവര് ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ അവര് വീണ്ടും അവിടെ തന്നെ. എത്ര വലിച്ചെടുത്ത ബീന സിസ്റ്റർ വലിച്ചെടുത്തോണ്ട് കൊണ്ടുവരും. പിന്നെ അവര് കയറി ചെന്നിരിക്കുന്നത് തെങ്ങി തന്നെയാ. ഇനി പരിപാടി നടക്കേയില്ല. കർത്താവിൽ രൂപാന്തരപ്പെട്ട വ്യക്തി പുതിയ സൃഷ്ടിയാണ്. റസ്സയ്ക്ക് പെരേക പാപത്തിൽ പിന്നെ ചെന്ന് നിൽക്കാൻ കഴിയുകയില്ല, ലോകമോഹങ്ങളിൽ നിൽക്കാൻ കഴിയുകയില്ല. നിന്റെ മേൽ അധിവസിക്കുന്ന അവന്റെ വല്ലഭത്വത്തിന്റെ മഹത്വം, ഹാലേലു, ഇതിന്റെ അകത്ത് ആരുടെയൊക്കെ മേൽ വെളിപ്പെടാൻ അഗ്നി അഭിഷേകം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരും. അഗ്നിയുടെ ഒരു അഭിഷേകം, അഗ്നി അഭിഷേകം. റസ്സയ്ക്ക് എത്ര പേര് ആഗ്രഹിക്കുന്നു അഗ്നിയുടെ ഒരു അഭിഷേകം എനിക്ക് വേണം, അഗ്നിയുടെ ഒരു അഭിഷേകം എനിക്ക് വേണം. റസ്യക്ക് ഈ വിശ്വാസത്തിന്റെ തലം വരണമെങ്കിൽ ഒരു അഭിഷേകം നിനക്ക് വേണം. റസ്യ വചനം നീ കേട്ട് വിശ്വസിക്കാനുള്ള കൃപ നിനക്ക് വേണം. വിശ്വസിക്കുന്നവരാലാണ് അടയാളം വെളിപ്പെടുന്നത്. റസ്യക്ക് ബെരേക്ക് ബെലേക്ക ബറഹദൻ, അഗ്നിയുടെ ഒരു അഭിഷേകം ഇതിന്റെ അകത്ത് ആരുടെ മേൽ ഇമ്പാക്ട് ആകുന്നു. ലാക്ക ബറാസിനെ പ്രാർത്ഥിക്കുന്ന ചിലതിന്റെ മേൽ അഗ്നിയുടെ ഒരു അഭിഷേകം, രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, മാനസാന്തരപ്പെടാൻ തക്കവണ്ണം, സ്നാനപ്പെടാൻ തക്കവണ്ണം, ചിലര് ദൈവരാജ്യത്തിലേക്ക് വലിച്ചടുപ്പിക്കാൻ തക്കവണ്ണം ഒരു അഭിഷേകം നിന്റെ മേൽ പരിശുദ്ധം ഇപ്പോൾ ഇമ്പാർട്ട് ചെയ്യുന്നു. ആത്മാവ് സ്വീകരിക്കുന്നവരുടെ മേൽ അത് ഓപ്പൺ ആകട്ടെ. ഓപ്പൺ 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 ഫയർ അനോയിന്റിംഗ്. നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിന്റെ അകത്ത് തീ പിടിക്കും, തീ പിടിക്കും. നിങ്ങൾ അത് തീ അനുഭവിക്കും. നിന്റെ ശരീരത്തിന്റെ അകത്ത് ആ തീ നീ അനുഭവിക്കും. ആ ചൂട് നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന തരത്തിൽ സ്വർഗം നിന്നെ തൊടാൻ പോകുന്നു. ഫയർ അനോയിന്റിങ് ആരുടെയൊക്കെയോ മേൽ കത്തി പടരുന്നുണ്ട്. റസ്സയ്ക്ക് നിങ്ങൾക്ക് ആരാധിക്കുമ്പോൾ തന്നെ ആ കയറുകൾ അടിയുന്നു, ചങ്ങലകൾ പൊട്ടുന്നു, ചില നുഖങ്ങൾ അടിയപ്പെടുന്നു. റസ്സയ്ക്ക് ബെലേക്ക് ബെരേതന, അത് എന്നോടുള്ള ദൂതാണെന്നുള്ളവർ ആത്മാവ് സ്വീകരിച്ചു. റസ്സയ്ക്ക് ബെരേക്ക ബരഗതന, ചില ചങ്ങലകൾ പൊളിയപ്പെടുന്നു, ചില ചങ്ങലകൾ പൊളിയപ്പെടുന്നു, ചില നുഖങ്ങൾ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു ഉടഞ്ഞു പോകട്ടെ. ഒരു പരിധി കഴിഞ്ഞ് വളരാൻ സമ്മതിക്കാതെ വേണം വാദഗതി ഉയർത്തുന്ന എല്ലാ ദുഷ്ട മേഖലകളും പൊളിയപ്പെടട്ടെ. ഡോക്ടർ റീന ഫിലിപ്പ്, നിങ്ങൾ ശരീരത്തിൽ നിന്ന് ചില നുഖങ്ങൾ അടിയപ്പെടുക ഇപ്പോൾ തന്നെ. റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ. നിന്നെ വിടുകയില്ലെന്ന് വാദഗതി ഉയർത്തുന്ന പൈശാചിക കോട്ടകൾ, ഈഗപരഗതി, സ്പിരിച്വൽ നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന, അറ്റാക്ക് ചെയ്യുന്ന ചില ഫൈറ്റിംഗ് മേഖലയിൽ നിന്ന് പരിശുദ്ധ പൊളിക്കുകയാണ്. ക്ഷീണങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ, രക്ഷാ ദാനമാണേ, ജീവൻ യാഗത്താലേ
ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാണേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാണേ. യേശുവേ ആരാധ്യനെ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. അഗ്നിയഭിഷേകം ദാനമാണേ. നിലനിർത്തിയിടും തേജസാലെ പ്രശംസിക്കുവാനൊന്നുമില്ലേ. കൃപയാലുള്ള ദാനമാണേ. യേശുവേ ആരാധ്യനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. നിത്യസ്നേഹം ദാനമാണേ. നിത്യതയോളം നിലനിർത്തുമേ. മാറ്റം വരില്ല വാഗ്ദത്തമേ. അവകാശമാം നിത്യതയെ. യേശുവേ ആരാധ്യനേ. ആരോഗ്യോ പരിശുദ്ധമ തൊടുന്നു കേട്ടോ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് ഒരു മനസ്സോടെ ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറയുകയാണ്, യേശുവേ ആരാധ്യനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. നമുക്ക് ഒരുമിച്ച് പാടാവോ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും ഒന്ന് പാടി സ്തുതിക്കാമോ? യേശുവേ ആരാധ്യനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ നീ ആരാധ്യനാണ്. യേശുവേ നീ പരിശുദ്ധനാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സാറാഫുകൾ ഹാലേലൂയ പാടി സ്തുതിച്ചതുപോലെ ഇതിന്റെ അകത്ത് ഓരോ ദൈവമക്കളൊന്ന് പാടി സ്തുതിച്ചേ. കർത്താവ് പരിശുദ്ധൻ, കർത്താവ് പരിശുദ്ധൻ, കർത്താവ് നീതിമാൻ, കർത്താവ് വിശുദ്ധൻ, കർത്താവിൽ വിശുദ്ധിയിൽ അതിഭയങ്കരനായ ദൈവം, കർത്താവ് കരുണാമയൻ. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് ഒരു വിടുതൽ വ്യാപരിക്കും. ഇത് നീ യേശുവിനെ സ്തുതിക്കുമ്പോൾ തന്നെ, യേശുവിന് നന്ദി പറയുമ്പോൾ തന്നെ റസയ്ക്ക് വേദന നിനക്ക് ഇല്ലാത്തത് ചിലത് ഉളവായി വരും. പരിശുദ്ധന്മാരോടൊക്കെ വിളിച്ചു പറയുന്നു, എന്താ ഇല്ലാത്തത് ഓർത്ത് കരയരുത്, നന്ദി പറയാം. ഉള്ളതിനെ ഓർത്ത് നന്ദി പറയാൻ പരിശുദ്ധന്മാർ പറയുന്നു. നിനക്കുള്ള നല്ലൊരു ഭവനത്തിന് നന്ദി പറ, നിനക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നന്ദി പറ, ഹസ്ബൻഡിന് നന്ദി പറ, നല്ലൊരു ജോലി മേഖലയ്ക്ക് നന്ദി പറ, നിനക്ക് തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്ക് നന്ദി പറ. ഉറസയ്ക്ക് ബരേക ഭരതന നിങ്ങൾ പറയുമ്പോൾ തന്നെ അതിന്റെ അകത്ത് ദൈവിക ഉറവ നിനക്ക് വേണ്ടി തുറക്കും. നിനക്ക് ഇല്ലാത്തത് ഉളവായി വരും. സിനിമോൾ പരിശുദ്ധമ്മ വിളിച്ചു പറയും, നീ ഇപ്പോൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിനക്ക് എന്താ ഇല്ലാത്തത് അത് ഉളവായി വരും കുഞ്ഞി. അതൊരു ദൈവിക പ്രിൻസിപ്പിളാ. നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ അത് വർഷിപ്പ് ലീഡേഴ്സ് നമ്മോട് നന്ദി പറയാൻ പറയുന്നു. യേശുവിന് നന്ദി പറയാൻ പറയുന്നു. ജീവനോട് ഇരിക്കുന്നത് തന്നെ നന്ദിയാ. ഇന്ന് ഈ പ്രഭാതത്തിൽ രഹസ്യം കാണാൻ ആഗ്രഹിച്ച എത്രയോ പേർക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇൻഗ്രേസ് ഫെലോഷിപ്പിന്റെ അകത്ത് സന്തോഷത്തോട് സമാധാനത്തോട് സ്വസ്ഥതയോട് നിനക്ക് ഭവനത്തിന്റെ അകത്ത് ഇരുന്ന് ഈ ദൈവശബ്ദം കേൾക്കാൻ പറ്റിയെങ്കിൽ ദൈവത്തിന് നന്ദി പറ. എത്ര പേര് നന്ദി പറയും? ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. യേശുവേ നന്ദി അപ്പ, എനിക്ക് തന്ന നല്ല നാഥ. ഹാലേലൂയ. എല്ലാ സാഹചര്യങ്ങൾക്കും നന്ദി. നല്ലൊരു ഹാലേലൂയ സാഹചര്യം നൽകിയതിനായി സ്തോത്രം. എന്റെ ജീവിതത്തെ ദൈവം ഒരുക്കി എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദി പറയുന്നു. എനിക്ക് നൽകിയ സകല നന്മകൾക്ക് അടിയൻ നന്ദി പറയുകയാണ്. ഹാലേലൂയ. വിശാലമായ വഴികൾ തുറക്കപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ ഏറ്റവും അധികം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. വിശാലമായ വഴികൾ
തുറക്കപ്പെടുന്നതിന് മുമ്പേ ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞെരുക്കങ്ങൾ, പ്രതികൂലങ്ങൾ. ഡാനിയേൽ ഷോം ആ ഡിവൈസിലായിരിക്കുന്ന പ്രിയ സഹോദര, പരിശുദ്ധാത്മാവോട് പറയുന്നു, നിനക്കൊരു വഴി തുറക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ നിന്നെ വല്ലാതെ ഞെരുക്കത്തിന്റെ അനുഭവത്തിലൂടെ കർത്താവ് കൊണ്ടുപോകും. പക്ഷെ അത് നിന്റെ വഴി തുറക്കുന്നതിന് കാരണമായി തീരും. ചില ഞെരുക്കങ്ങൾ വഴി തുറക്കുന്നതിന് കാരണമായി തീരും. ജോലി സംബന്ധമായി നീ അനുഭവിക്കുന്ന സ്ട്രഗിളിങ്, ഫിനാൻഷ്യലി നീ അനുഭവിക്കുന്ന സ്ട്രഗിളിങ് കർത്താവ് അറിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ വരൾച്ചയുടെ അനുഭവത്തിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തെടുക്കും, പുറത്തെടുക്കും, പുറത്തെടുക്കും. വല്ലാത്ത വെപ്രാളം, നെഞ്ചിൽ വല്ലാത്ത ഭാരം, എപ്പോഴും ഭാരം, എപ്പോഴും വേദന, എപ്പോഴും ഞെരുക്കം. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് സഹായിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല. സ്വർഗം എന്നോട് പറയാൻ പറയുന്നു, ഹോളി സ്പിരിറ്റ് നിങ്ങളെ സഹായിക്കാൻ ഇറങ്ങി വരും. നിങ്ങളായിരിക്കുന്ന ആ പട്ടണത്തിന്റെ അകത്ത് ഒരു ദൈവ മഹത്വം വെളിപ്പെടുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ശരീരത്തെ ക്ഷീണിപ്പിച്ച് ഭാരപ്പെടുത്തുന്ന ചില ദുഷ്ടനുഖങ്ങൾ ഇപ്പോൾ അഴിയുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇപ്പോൾ ചലിക്കുന്നു. എത്ര പേര് പ്രാർത്ഥിക്കും, എത്ര പേര് പ്രാർത്ഥിക്കും, എന്റെ ജീവിതത്തിന്റെ അകത്ത് എന്റെ ദൈവം എനിക്ക് ഇടപെടണം, ദൈവാത്മാവ് എന്നോട് ഇടപെടണം, ദൈവാത്മാവിനോട് എനിക്ക് ദൈവശബ്ദം കേൾക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ദൈവശബ്ദം കേൾക്കണം, കർത്താവ് എന്നോട് സംസാരിക്കണം, വ്യക്തമായി ഇടപെടണം, കൺഫർമേഷൻ കർത്താവ് തരാൻ പോവുക. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ദൈവശബ്ദം കേൾക്കണം അപ്പ, എനിക്ക് യേശുപ്പ എന്നോട് സംസാരിക്കുന്നത് അറിയാൻ പറ്റണം. ആരൊക്കെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു അപ്പൊ ഈ മക്കളുടെ മേൽ ദൈവശബ്ദം ഓപ്പൺ ആകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവശബ്ദം ഓപ്പൺ ആകട്ടെ. ദൈവം വ്യക്തിപരമായി അവരോട് സംസാരിക്കണം. ചില ദർശനങ്ങളുടെ മേഖലകൾ ഓപ്പൺ ആകട്ടെ, ചില സ്വപ്നങ്ങൾ ഓപ്പൺ ആകട്ടെ. പരിശുദ്ധം അത് തുറക്കട്ടെ, പരിശുദ്ധം തുറക്കട്ടെ. റെജീന ജോർജ് കുഞ്ഞ് നിന്നെ കർത്താവ് തൊടുക. ചില ദർശനങ്ങളുടെ മേഖല ഓപ്പൺ ആക്കുന്നു, ചില സ്വപ്നങ്ങളുടെ മേഖല ഓപ്പൺ ആക്കുന്നു. നീ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ കാണുന്ന തരത്തിൽ ആരുടെയൊക്കെയോ മേൽ ആ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുന്നു. ലിഞ്ചു നിന്റെ മേൽ അത് തുറക്കുന്നു, ലിഞ്ചു നിന്റെ മേൽ അത് തുറക്കുന്നു. സ്വപ്നങ്ങളുടെ രഹസ്യ ഡോറുകൾ തുറക്കുന്നു. നീ കരഞ്ഞു വിലപിച്ചുകൊണ്ടായിരിക്കുന്നത്, നിനക്ക് മുമ്പോട്ട് പോകാൻ നിനക്ക് വഴിയില്ല, വഴി അറിയാതെ മരുഭൂമിയുടെ അകത്ത് നീ നിലവിളിക്കുകയാ. ആരെന്നെ സഹായിക്കും എനിക്ക് അറിയില്ല, പക്ഷെ പരിശുദ്ധനോട് പറയും, നിന്നെ സഹായിക്കുന്നവൻ ഇതിന്റെ അകത്തുണ്ട്. നിന്റെ കുടുംബത്തിന്റെ അകത്ത് നീ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. നിന്റെ കുടുംബം മുഴുവൻ യേശുവിനെ അറിയാൻ പോവുക. ഇന്ന് നിന്നോട് പരിശുദ്ധ സംസാരിക്കും. നിന്റെ കുടുംബം മുഴുവനും നോഹ പെട്ടകത്തിന്റെ അകത്ത് കയറിയപ്പോ നോഹ ഒറ്റയ്ക്കല്ല കയറിയത്, നോഹയും നോഹയുടെ ഭാര്യയും 8 മക്കളും കയറിയതുപോലെ നിന്റെ കുടുംബക്കാർ മുഴുവനും രക്ഷിക്കപ്പെടുന്ന സീസൺ തുറക്കുന്നു. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. മാനസാന്തരപ്പെട്ട് അവര് ക്രിസ്തുവുമായി കണക്ട് ആകാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മ പറയുന്നത്. ആത്മാവി പ്രാർത്ഥിച്ചോ. ചില ദർശനങ്ങളുടെ മേഖല ഓപ്പൺ ആകട്ടെ, സ്വപ്നങ്ങളുടെ മേഖല ഓപ്പൺ ആകട്ടെ. സ്വർഗത്തിലെ ശബ്ദം കേൾക്കുവാൻ, നിന്റെ കണ്ണുനീരോട് വിതച്ച വിഷയത്തിന്റെ ആർപ്പോടെ കൊയ്യാൻ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ചില ദർശനങ്ങളുടെ മേഖല ഓപ്പൺ ആകട്ടെ. ഓപ്പൺ ഹെവൻ, ഓപ്പൺ ഹെവൻ, ഓപ്പൺ ഹെവൻ, ഓപ്പൺ ഹെവൻ. അപ്പൊ ആരൊക്കെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിഹാരങ്ങൾ ഒരുക്കണം. പരിശുദ്ധാത്മാവെ അങ്ങയുടെ പരിഹാരങ്ങൾ ഒരുക്കണം. കർത്താവെ അങ്ങ് പ്രവർത്തിക്കണം. അപ്പൊ ഈ മക്കൾക്ക് വിഷൻ ഓപ്പൺ ആകട്ടെ, വിഷൻ ഓപ്പൺ ആകട്ടെ. വിശാലവും സബലവുമായ വഴികൾ തുറക്കപ്പെട്ട് വിശാലവും സഫലവുമായ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ചില ദർശനങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി ഓപ്പൺ ആകട്ടെ. ഇവിടെ കണ്ണ് തുറക്കട്ടപ്പ. ഇൻഗ്രേസിന്റെ അകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ കണ്ണ് തുറക്കട്ടെ. നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്ന സഭയാണിത്. ഈ ഇൻഗ്രേസ് എന്ന പ്രയർ ഫെലോഷിപ്പിന്റെ അകത്ത് കർത്താവ് നിങ്ങൾ ആക്കി വെച്ചിരിക്കുമ്പോൾ ഇതിന്റെ അകത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങളിലൂടെ കർത്താവ് സംസാരിക്കും. നിങ്ങളുടെ കൈകളിലൂടെ അത് ചെയ്യാൻ ദൈവം ഇടവരുത്തും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സാധിക്കും. വിശ്വസിക്കുന്ന നിന്റെ മേൽ അത് ഓപ്പൺ ആകുകയാ. ഒന്ന് ആത്മാവിൽ സ്വീകരിച്ചത് നിന്നോടുള്ള ദൂത് തന്നെയാ. നിന്റെ കുടുംബത്തിന്റെ അകത്ത് എന്ത് നടക്കണം, നിന്റെ വീട്ടിൽ എന്ത് നടക്കണം, നിന്റെ സഭയ്ക്കകത്ത് എന്ത് നടക്കണം, നിന്റെ ജോലി സ്ഥലത്ത് എന്ത് നടക്കണം, ഇനി തീരുമാനിക്കുന്ന നീയാണ്. ആത്മാവിൽ നടക്കുന്ന നീ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു. ആത്മാവിൽ സ്വീകരിച്ചോ. ആ വഴി ഓപ്പൺ ആക്കുന്നു. കണ്ണിന്റെ കാഴ്ചയെ കർത്താവ് തുറക്കുന്നു. കണ്ണടഞ്ഞു പോകുന്നത് പോലെ അനുഭവം. ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്ന ചിലർ ഇതിന്റെ അകത്തുണ്ട്. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഒരു ഏകാഗ്രതയില്ല, പല ചിന്തകളും വരുന്നു. സിസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവരെ കർത്താവ് തൊടുന്നു. സ്വർഗവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകുന്നു. ഇന്ന് സ്പിരിച്വലി ഒരു കവിഞ്ഞൊഴുകുന്ന അനുഭവമാണ് കർത്താവ് തന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു മെസ്സേജ് പറഞ്ഞിട്ടില്ല.
പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവാത്മാവ് എന്നെ നിയോഗിച്ചത് കൊണ്ട് മെയ് മാസം എനിക്ക് രക്ഷയെക്കുറിച്ച് പറഞ്ഞേ മതിയാകൂ. എന്റെ ഇന്നലത്തെ മീറ്റിംഗിൽ ഞാൻ ഈ രക്ഷയെ പറ്റിയാണ് വ്യക്തമായി സംസാരിച്ച. അനേകം പേർക്ക് ഇതൊരു അനുഗ്രഹമായി. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്താ ഇംഗ്ലീഷിനോട് പ്രസംഗിക്കേണ്ടത്? പരിശുദ്ധമ്മയോട് പറഞ്ഞു, രക്ഷയെ പറ്റി പറഞ്ഞാൽ മതി മോളെ. പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുക, ചിലർ രക്ഷിക്കപ്പെടാൻ പോകുക, ചിലർ സ്നാനപ്പെടാൻ പോകുക. മറ്റെന്തിനേക്കാളും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാ കുഞ്ഞെ, നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതണം. നിന്റെ പേര് ജീവപുസ്തകത്തിൽ വരണം. എത്ര പേര് ആഗ്രഹം. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. നിന്റെ പേര് ജീവപുസ്തകത്തിൽ വരണം. നിന്റെ പേര് വേറെ ഒന്നിനുമല്ല ബിനസസ്റ്റി മീറ്റിംഗ് നടത്തും. എനിക്കറിയാം പേഴ്സണലി ഞാൻ പ്രിയ സഹോദരിയുമായി കണക്ട് ചെയ്യുമ്പോൾ പരിശുദ്ധമ്മനോട് പറഞ്ഞൊരു കാര്യം പ്രിയ സിസ്റ്റർ ചെയ്യുന്നത്, ജീവപുസ്തകത്തിൽ ചിലതിന്റെ പേര് വരാനാ, ചിലര് പാപത്തിൽ നിന്ന് വേർതിരിഞ്ഞു വരുവാനോ, ലോകമോഹങ്ങളിൽ നിന്ന് വരുവാനോ. കുഞ്ഞെ, നീ ആ ലോകമോഹങ്ങളിൽ കിടക്കാനുള്ള വ്യക്തിയല്ല. ആ പാപത്തില്ലാത്ത തെറ്റും ചെയ്തുകൊണ്ട് കിടക്കാനുള്ള വ്യക്തിയല്ല. നരകത്തിലേക്ക് പോകാനുള്ള വ്യക്തിയല്ല. നിത്യജീവനിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം. ഹാലേലൂയ. അന്നേ നമ്മൾ മരിച്ചു പോയെങ്കിൽ നമ്മൾ എവിടെ ചെല്ലുമായിരുന്നു? നരകത്തിൽ ചെല്ലുമായിരുന്നു. പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ, ലോകത്തിന്റെ ഇമ്പം ചെയ്തുകൊണ്ടിരുന്നപ്പോ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ, ഞാൻ ചെന്നേ വന്നാരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ, ഞാൻ ചെന്നേ വന്നാരകമതിൽ. തന്നു നിൻ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ. ഈ ലോകം വിട്ടു ഞാനാ മേലോകം പോകുവോളം. ഈ ലോകം വിട്ടു ഞാനാ മേലോകം പോകുവോളം. അന്നേ മരിച്ചു പോയെങ്കിൽ. എത്ര പേര് കരയാതെ നിങ്ങൾക്ക് ഇത് പാടാൻ കഴിയില്ല? കഴിഞ്ഞ സീസണിൽ നീ മരിച്ചു പോയെങ്കിൽ, ലോകത്തിൽ കിടന്നപ്പോ നീ മരിച്ചു പോയെങ്കിൽ, പാപത്തിൽ കിടന്നപ്പോ നീ മരിച്ചു പോയെങ്കിൽ, നിത്യ നരകത്തിലേക്ക് നീ പോകുമായിരുന്നു. നമുക്ക് ആ രക്ഷയുടെ കൃപ തന്ന ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വീണ്ടും അടുപ്പിച്ചെങ്കിൽ ഒന്ന് നന്ദി പറ. യേശുവിന്റെ രക്തത്താൽ ഒന്ന് കഴുകൾ പ്രാപിക്കാമോ? ആരുടെയൊക്കെയോ മേൽ അസാധാരണമായി ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. യേശുവിന്റെ രക്തത്താൽ ഒന്ന് കഴുകൾ പ്രാപിക്കുന്ന, യേശുവിന്റെ രക്തവുമായിട്ടൊന്ന് കണക്ട് ആകുന്ന യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. കുഞ്ഞെ, നീ പാപബോധത്തിൽ നീ കഴിയേണ്ട കാര്യമില്ല. ആ കുറവ് നിനക്കുണ്ടെന്നും പറഞ്ഞ് നീ കരയേണ്ട കാര്യമില്ല. നീ പാപിയാണെന്നും പറഞ്ഞ് വേദനിക്കേണ്ട കാര്യമില്ല. യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. നിനക്ക് ധൈര്യത്തോടെ ഇന്ന് കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാം. നിന്റെ എല്ലാ കുറവുകളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് പറയാം. അപ്പാ, പറ്റിപ്പോയപ്പ എന്നോട് ക്ഷമിക്കണേ അപ്പ. ഞാൻ അറിയാതെ ചെയ്തു പോയി എല്ലാ പാപങ്ങളും, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയി സകല കുറവുകൾ എന്നോട് ക്ഷമിക്കണേ യേശുവേ. ഇന്ന് ആരൊക്കെ പ്രാർത്ഥിക്കും എനിക്ക് അറിയേല. ഇന്നൊരു ഹാലേലൂയ, കർത്താവിന്റെ ഹാലേലൂയ സന്നിധിയിലേക്ക് കർത്താവ് നിന്നെ വീണ്ടും കണക്ട് ചെയ്യുക. ജീവപുസ്തകത്തിൽ നിന്റെ പേര് മാഞ്ഞു പോയ ചിലരുടെ പേരൊക്കെ കർത്താവിനെ കാണിക്കുന്നത് മാഞ്ഞ രീതിയിലാ സിസ്റ്ററെ, വല്ലാതെ മാഞ്ഞ രീതിയില. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവരുടെ പേര് മാഞ്ഞു പോകും. ഇല്ല കുഞ്ഞെ, ഇല്ല ഇല്ല. ആ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായരുത്, പേര് മായരുത്. റസിക്ക് കർത്താവ് നിന്നോട് തന്നെ വ്യക്തമായി ദൂത് പറയുന്നു, മായരുത്. റസി, യേശുവിന്റെ അടുക്കൽ നിന്ന് മടങ്ങി പോകരുത്. ആ ദൈവരാജ്യത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകരുത്. ഹാലേലൂയ. ജീവപുസ്തകത്തിൽ നിന്റെ പേരെഴുതി കാണണം. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന ഒരു കൂട്ടം മക്കൾ ഇതിന്റെ അകത്തുനിന്ന് പുറത്തു വരും. രക്ഷിക്കപ്പെടുന്ന ചിലർ ഇതിന്റെ അകത്തുനിന്ന് പുറത്തു വരും. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർക്കും. ഹാലേലൂയ. രക്ഷിക്കപ്പെട്ട നിങ്ങളെ കർത്താവ് സഭയോട് ചേർക്കും. ദൈവരാജ്യത്തിലേക്ക് കണക്ട് ചെയ്യും നിന്നെ. നീ പിന്നെ ഒറ്റപ്പെട്ടല്ല. രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം പേരോടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കുകയാ. ബീന സിസ്റ്റർ, നിങ്ങളുടെ ചർച്ചിന്റെ അകത്ത് രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം പേര് കണക്ട് ആകുന്നത് കർത്താവിനെ കാണിക്കുന്ന ഒരു കണക്ഷൻ ഉണ്ടാകാൻ പോവുക. ഒരു കൂട്ടം ആൾക്കാർ,
രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം അതിന്റെ അകത്ത് തുറന്നു വരുക. ഇന്നത്തെ ഉപവാസം നിങ്ങളുടെ പ്രാർത്ഥന വിഷയമാണോ എന്ന് എനിക്ക് അറിയേല. കർത്താവ് എന്നോട് പറയുന്നു, ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസം ചില രക്ഷിക്കപ്പെട്ടവർ, എനിക്ക് ദൈവഹിതമുള്ളവരെ മതി. ഇതാണ് ബീന സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ മതി. എനിക്കിനി കരയാൻ വയ്യ, എനിക്കിനി മുറിപ്പെടാൻ വയ്യ, എനിക്ക് അതിന്റെ പുറകെ ഒന്നും പോകാൻ വയ്യ. അപ്പായോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, ദൈവഹിതമുള്ള ചിലരെ കണക്ട് ചെയ്യണം. പരിശുദ്ധമ്മ പറയുന്നു, ദൈവഹിതമുള്ള ആത്മാർത്ഥതയുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന ചിലരെ കർത്താവ് കണക്ട് ചെയ്യാൻ പോവുക. നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു കൂട്ടം പേര്. വർഷിപ്പ് ടീമിന്റെ അകത്തൊക്കെ ദൈവാത്മാവ് ആളിനെ ഒരുക്കും കേട്ടോ. റസിക്ക ബലേക്ക മറദൻ, നീ ഭാരപ്പെടണ്ട. നീ സക്കായിയെ പോലെ നീ മുമ്പോട്ട് ഓടിയതാ. പരിശുദ്ധനോട് പറയുന്നു, നീ മുമ്പോട്ട് ഓടിയെങ്കിൽ നിന്റെ കാല് പുറകിലോട്ട് പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ കാല് പുറകിലോട്ട് പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നിനക്ക് അതാ പരിശുദ്ധമ്മ വിളിച്ചു പറയും, നിന്റെ മേലൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ മേലൊരു വിളി ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ആ വിളി ചെയ്തെടുക്കാനുള്ള എല്ലാ നന്മകളും നിന്റെ മേൽ തുറന്നിട്ടുണ്ട്. പ്രിയ അഭിഷിക്തൻ എബി എബ്രഹാം, പ്രിയ അഭിഷിക്തനോട് പരിശുദ്ധാത്മ പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ചില പ്രൊവിഷൻ തുറന്നിട്ടുണ്ട്. നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഏലിയാവ് കെരീത്ത് തോട്ടിന്റെ അകത്ത് വല്ലാതെ വേദനിച്ചതുപോലെ വേദനിച്ചായിരിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ പരിശുദ്ധാത്മാരോട് വിളിച്ചു പറയാൻ പറയുന്നു. കെരീത്ത് തോട്ടിന്റെ അകത്ത് നിനക്ക് വേണ്ടുന്ന അപ്പവും ഇറച്ചിയും തരുവാൻ സർവശക്തൻ നിന്റെ കൂടെയുണ്ട്. സർവശക്തൻ നിന്റെ കൂടെയുണ്ട്. സർവശക്തൻ നിന്റെ കൂടെയുണ്ട്. വരണ്ട അവസ്ഥയിലായിരിക്കുന്ന ആരൊക്കെയോ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. കുഞ്ഞെ, ആ വരണ്ട അവസ്ഥയിൽ നിനക്ക് വേണ്ടിയുള്ളത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടിയിട്ടുള്ളത് കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. പലരും വിചാരിക്കുന്ന എന്റെ നന്മ എടുത്ത് അപ്പുറത്തെ വീട്ടുകാരന് കൊടുത്തെന്ന്. ഇല്ല ഇല്ല, അങ്ങനെ ചെയ്യുന്ന ദൈവമല്ല. നിന്റെ നന്മ നീ തന്നെ അനുഗ്രഹം പ്രാപിക്കണം. നിന്റെ നന്മ നീ തന്നെ തിന്നണം. ഹല്ലേലൂയ. നിന്റെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ അനോയിന്റിങ് എടുത്ത് വേറൊരു വ്യക്തിക്ക് കൊടുക്കുകയല്ല. നിന്റെ നന്മ എടുത്ത് വേറൊരു വ്യക്തിക്ക് കൊടുക്കുകയല്ല. നീ കർത്താവുമായിട്ട് എത്ര മാത്രം കണക്ട് ആകാൻ ആഗ്രഹമുണ്ട്, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അത് നോക്കി കർത്താവ് താലന്ത് വിതരണം ചെയ്യും. ബീന സിസ്റ്ററാണ് വളരെ താല്പര്യമായി നിൽക്കുന്നെങ്കിൽ ബീന സിസ്റ്ററിന്റെ കൈ കൊടുക്കും. അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിന്റെ അകത്ത് നമ്മുടെ അജയ് ബ്രദർ ആണെങ്കിൽ, പ്രിയ അഭിഷിക്തൻ ചെറിയാൻ ബ്രദർ ആണെങ്കിൽ, പ്രിയ മകനാണ് മുമ്പോട്ട് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? മകന്റെ കയ്യിൽ താലന്ത് കൊടുക്കും. അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ടോ അതിൽ പെറുപെറുത്തിട്ടോ കാര്യമില്ല. പരിശുദ്ധ പറയുന്നു, ഇതിന്റെ അകത്ത് ചില പൊസിഷൻസുകൾ മീൻസ് ചില വർഷിപ്പ്, അതുപോലെ ചില ലീഡിങ് ചെയ്യാനൊക്കെ ചിലരെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന വ്യക്തികളെയാണ് ബീന സിസ്റ്റർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് വിഷയം അറിയത്തില്ല കേട്ടോ. നിങ്ങൾ ആരും വിചാരിക്കരുത് ബീന സിസ്റ്ററിനോട് സംസാരിച്ചിട്ടാണ്, എനിക്കിതൊന്നും അറിയേല. പരിശുദ്ധാത്മാവോട് പറയുന്നത് കൊണ്ട് ആ കാര്യം എനിക്ക് വ്യക്തമായി പറഞ്ഞിട്ടേ പോകാൻ കഴിയുള്ളൂ. കുഞ്ഞെ, നിന്റെ മേലൊരു നിയോഗം വരുന്നുണ്ടെങ്കിൽ അത് ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതാണ്. ബീന സിസ്റ്ററോ അജയ് ബ്രദറോ വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കുന്ന കാര്യമല്ല. നമ്മുടെ മുകളിൽ വച്ചിരിക്കുന്ന നേതൃത്വം എന്ത് തീരുമാനം എടുത്താലും അതനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ മാത്രമല്ല, നിങ്ങൾ പോകുന്ന സഭയിൽ നിങ്ങളുടെ ശുശ്രൂഷകൻ എന്ത് സംസാരിച്ചാലും അദ്ദേഹത്തിന് കീഴ്പ്പെടാനുള്ള അധികാരം നിങ്ങളുടെ മേലുണ്ട്. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. ചിലപ്പോഴൊക്കെ നമ്മളെക്കാൾ അനോയിന്റിങ് ഇല്ലാത്ത വ്യക്തികളായിരിക്കാം ചിലപ്പോൾ മെസ്സേജ് പറയുന്ന, ഇത് വർഷിപ്പ് ചെയ്യുന്നത്, ചിലപ്പോൾ ലീഡ് ചെയ്യുന്നത്, ചിലപ്പോ മറ്റു പല കാര്യങ്ങൾക്ക് ബീന സിസ്റ്റർ കൊടുക്കുന്നത്. അത് ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തത് കൊണ്ടാ. അതില് നമ്മൾ പല്ല് കടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പല്ല് കടിച്ച പലരും ഇതിന്റെ അകത്തുനിന്ന് ഹല്ലേലൂയ ലെഫ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടാകാം. പരിശുദ്ധാത്മാവരോട് പറയുന്നു, ആരോടൊക്കെയോ പല്ല് കടിച്ചുകൊണ്ടിരിക്കാൻ, പല്ല് കടി നമുക്കുള്ളതല്ല. പിടികിട്ടുന്നുണ്ട്, എനിക്കറിയില്ല. ഇങ്ങനെ ദൈവാത്മാവ് സംസാരിക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. പല്ലുകടി നമുക്കുള്ളതല്ല, അത് പിശാചിന്റെ ഹല്ലേലൂയ ഏജൻസിനുള്ളതാ ഈ പല്ലുകടി. അവിടെ കരച്ചിലുണ്ടാവും, പല്ലുകടി ഉണ്ടാകും. ഒരാൾ വളരെ ശക്തമായി പ്രയോജനപ്പെടുമ്പോൾ സ്പിരിച്വലി തന്നെ അവരെ വലിച്ചു താഴെ. ഇന്ത്യക്കാരുടെ മാത്രം ഒരു കുഴപ്പമാ, ആര് വളർന്നു വരുന്നു അവരെ താഴെ പഠിച്ചത്. ഈ ഒരു ഞണ്ടിന്റെ സ്വഭാവം ഇന്ത്യക്കാർക്കുണ്ട്. പക്ഷെ ബാക്കി ഒരു രാജ്യങ്ങളിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇത്തിരി ആത്മാവിൽ വളർന്നു വന്നെന്ന് കണ്ടാൽ അവരെ വെട്ടിക്കളയും. അങ്ങനെ വെട്ടിക്കളയുന്നവരായിട്ടല്ല നമ്മൾ മാറേണ്ടത്. ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നെന്ന് കണ്ടാൽ അവരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം.
മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാൽ, നിങ്ങൾക്കൊരു വിടുതൽ ലഭിച്ചു എന്ന് നിങ്ങൾ കണ്ടാൽ, ആ വ്യക്തിയെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തോ, നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് പോലും പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നന്മകൾ ചെയ്യും. എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ബീന സിസ്റ്റർ എന്റെ മീറ്റിംഗ് ഏകദേശം ഒരു 2 വർഷം ആയി. ഞാൻ സൂം മീറ്റിംഗിന്റെ മെസ്സേജ് ബീന സിസ്റ്റർ ആദ്യം കണ്ട നാള്, ബീന സിസ്റ്റർ എത്ര പേർക്ക് എന്റെ നമ്പർ കൊടുത്തെന്ന് എനിക്കറിയില്ല. വിളിക്കുന്നവരെല്ലാം പറയും ബീന അജയ് സിസ്റ്റർ ആണ് തന്നത്. എനിക്ക് ബീന സിസ്റ്ററുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അങ്ങനെ ഒരു ഹൃദയം ആ സിസ്റ്ററിനുണ്ട്. ഒരു വ്യക്തി ദൈവരാജ്യത്തിന്റെ അകത്ത് ശക്തമായി നിൽക്കുന്നെന്ന് അറിഞ്ഞാൽ ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്പർ കൊടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹൃദയം ഉണ്ടോ? അതുകൊണ്ടാ സിസ്റ്ററെ ഇപ്പൊ കർത്താവ് ചർച്ച് കൊടുത്ത് മാനിച്ചത്. ഓ, ചെറിയ ചെറിയ കാര്യങ്ങളാ, നമ്മുടെ ഹൃദയത്തിന്റെ വിശാലതയാ കർത്താവ് നോക്കുന്നേ. തോമസിനെ പോലെയല്ല. കർത്താവിന്റെ മുമ്പിൽ കീഴടങ്ങുന്ന, കർത്താവിനെ അവിശ്വാസിയായി ഇരുന്ന് പരീക്ഷിക്കുന്നവരായിട്ടല്ല, വിശ്വാസിയായിരുന്ന് നിത്യജീവൻ പ്രാപിക്കുന്ന ഒരു കൂട്ടർ. പിടികിട്ടുന്നുണ്ടോ? ഒരു ചെറിയ സ്വഭാവമാണ്, എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ വിളിച്ച് നിങ്ങളോട് പറഞ്ഞത്. പിടികിട്ടുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണോ? നമ്മൾ കാരണം മറ്റുള്ളവർ കരയരുത്. നമ്മുടെ ഒരു വാക്ക് കാരണം, നമ്മുടെ പ്രവർത്തിക്കാൻ എത്രമാത്രം നന്മ ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവരാണെങ്കിൽ പോലും നന്മ ചെയ്തു നോക്ക്. നിന്റെ ഡോറ് ഒരിടത്തും അടയത്തില്ല. നിന്റെ വാതിൽ ഒരിടത്തും അടയാൻ ദൈവം അനുവദിക്കത്തില്ല. ചിലരൊക്കെ നമ്മളെ സഹായിക്കുന്നത് നിർത്തിയാൽ ബീന സിസ്റ്ററെ കരയരുത് കേട്ടോ. നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അങ്ങനെ ഒരു അനുഭവം? ചിലരൊക്കെ നമ്മളെ മന്ത്ലി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവര് കാണാം. പക്ഷെ അവര് ചിലര് നിർത്തും. പക്ഷെ പുതിയ ചിലരെ കർത്താവ് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കും. നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാ പരിശുദ്ധാത്മ പറയുന്നത്, ചിലര് നമ്മളെ വെട്ടിക്കളയുമ്പോ കരയരുത്. ആരുടെയൊക്കെയോ പരിശുദ്ധാത്മ പറയും, ചിലര് നമ്മളെ മാറ്റി നിർത്തുമ്പോ, ചിലർ ഒറ്റപ്പെടുത്തുമ്പോ, ചിലര് നമ്മളെ സംശയിക്കുമ്പോ ഭാരപ്പെടേണ്ട. നമ്മുടെ കൂടെ നിൽക്കുന്നവര് തന്നെ, ഈ തോമസ് വരെ യേശുവിനെ സംശയിച്ചിട്ടില്ലേ, പിന്നെ നമ്മളെയാണോ? നമ്മുടെ കൂടെ നിൽക്കുന്നവര് തന്നെ നമ്മളെ സംശയിക്കാം. പക്ഷെ പരിശുദ്ധാത്മയോട് പറയുന്നത്, സംശയിക്കുമ്പോ നിങ്ങൾ കരയാനല്ല, നിങ്ങൾ അവിടെ ഉറച്ചു നിൽക്കണം. കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ ശരിയാണെന്ന് ദൈവം തെളിയിച്ചു തരും. തെറ്റുകാരല്ല, നിങ്ങൾ ദൈവത്തിന്റെ മകളാണ്, ദൈവത്തിന്റെ മകനാണെന്ന് ദൈവം തെളിയിച്ചു. എന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ കുടുംബ ബന്ധം തകർന്ന നിലയിലാണോ? നിങ്ങൾ പിടിച്ചു നിൽക്കണം. ദൈവം തന്ന കുടുംബമാണ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നത് ദൈവമാണ്. ഇട്ടെറിഞ്ഞിട്ട് പോവല്ലേ. ഞാൻ ഹാർഡ്ലി പറയുക, പരിശുദ്ധമ്മയോട് പറയാൻ പറയുന്നുണ്ട്. പല കുടുംബങ്ങളും ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ ദൈവരാജ്യത്തിനകത്തുള്ള ഒരു കുടുംബം പോലും തകർന്നു പോകരുത്. നിങ്ങളുടെ ഒരു പ്രിയ സഹോദരി എന്ന നിലവാരത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ ഹാർഡ്ലി ഒരു റിക്വസ്റ്റ് തരുക. എത്ര മാനസാന്തരമില്ലാത്ത ഹസ്ബൻഡ് ആണെങ്കിൽ പോലും, വഴിതട്ടി നടക്കുന്ന ഭാര്യയാണെങ്കിൽ പോലും, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പിടിച്ചു നിൽക്കണം. കുടുംബത്തിന് പേര് വരാൻ കാരണമായത് യേശു കർത്താവാണ്. നിനക്കൊരു കുടുംബം തന്നത് കർത്താവാണ്. അതിൻ്റെ അകത്ത് ആ നീക്കുപോക്കുകൾ ഒരുക്കാൻ ദൈവത്തിന് കഴിയും. മാനസാന്തരപ്പെടാത്ത ഭർത്താവ് നിന്റെ നല്ല നടപ്പ് കണ്ട് മാനസാന്തരപ്പെടണം. അങ്ങനെയുള്ള സ്വഭാവം സഹോദരിമാരുടെ മേൽ തുറന്നു വരട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? രക്ഷയുടെ കുടുംബത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. വ്യക്തിപരമായ രക്ഷയെ പറ്റി കർത്താവ് സംസാരിച്ചു. സമൂഹത്തിന്റെ അകത്ത് നാം എങ്ങനെയായിരിക്കണം എന്ന് കർത്താവ് സംസാരിച്ചു. നന്മ ചെയ്യുന്നവരായിരിക്കണം എന്ന് കർത്താവ് സംസാരിച്ചു. ഒട്ടനവധി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചിരിക്കുമ്പോൾ, യേശുപ്പ എന്നെ ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് ഒന്ന് കൊണ്ടുവരണമേ. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, എന്താ? രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണേ എന്ന്. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. ആ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തിരികെ തരണേ അപ്പ. എവിടെയെങ്കിലും രക്ഷയുടെ ആ സന്തോഷം ഹല്ലേലൂയ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അപ്പൊ ആ പാപത്തിൽ ഞങ്ങൾ ആയിപ്പോയെങ്കിൽ, ലോകത്തിലായിപ്പോയെങ്കിൽ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകി വൃത്തിയാക്കി യേശുവിന്റെ സംരക്ഷണത്തിലേക്ക് വീണ്ടും കണക്ട് ചെയ്യണമേ അപ്പ. യേശുവിന്റെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഈ ജനത്തിന്റെ മേലടിയിൽ ഓപ്പൺ ചെയ്ത് ആരൊക്കെ ഇന്ന് ഈ ദിവസം കർത്താവ് എന്നെ കാണിക്കുന്നു, 5ഓളം വ്യക്തികൾ ഇന്ന് രക്ഷിക്കപ്പെട്ട ഒരു കാര്യം കർത്താവിനെ കാണിക്കുന്നു. നിങ്ങൾക്ക് രക്ഷ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു, നിങ്ങൾ പുതുതായി കർത്താവിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ഈ 5 വ്യക്തികൾ രക്ഷിക്കപ്പെടാൻ പോവുക. 5 വ്യക്തികൾ യേശുവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കുക. ഇന്ന് സ്വർഗം സന്തോഷിക്കുക.
ഈ നിമിഷം കർത്താവ് എന്നെ കാണിക്കുന്ന ദൂതന്മാർ സന്തോഷിക്കുന്നത് എന്നെ കാണിക്കുന്നു. ഞാൻ ഇതുവരെയും ഇൻ ഗ്രേസിൽ പ്രസംഗിച്ചപ്പോൾ അനുഭവിക്കാത്തൊരു ദൈവ സാന്നിധ്യം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. നിങ്ങൾക്ക് കേവലം ഭൗതിക നന്മകളെ കുറിച്ച് പറയാനല്ല, ഇന്ന് ആത്മീയമായിട്ടൊരു ഉണർവിന് വേണ്ടിയിട്ട് എന്നെ വിട്ടത്. അത് നിറവേറ്റാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. ശക്തമായ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. നിങ്ങളോട് മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. എവിടെയെങ്കിലും വിശുദ്ധീകരിക്കാനുണ്ടെങ്കിൽ ഒന്ന് യേശുവിനോട് പറ, എന്നെ യേശുവിന്റെ രക്തത്താൽ ഒന്ന് കഴുകി വൃത്തിയാക്കണമേ. യേശുപ്പ ഒന്ന് ശുദ്ധീകരിക്കണമേ അപ്പ. യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാണല്ലോ. യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് എന്നെ ഒന്ന് കണക്ട് ആക്കണമേ. ദൈവഹിതമുള്ള വ്യക്തികളുമായി ഞാൻ കണക്ട് ആകട്ടെ. അപ്പൊ ആ ദൈവഹിതമായ സാഹചര്യത്തിൽ മാത്രം ഞാൻ ആയിരിക്കട്ടെ. മുമ്പോട്ടുള്ള യാത്രയിൽ എനിക്ക് വേണ്ടുന്ന സകല വഴികളും ദൈവമേ തുറന്നു തരണം. അങ്ങ് എന്നെ കരം പിടിച്ച് വഴി നടത്തണം. ഒരു ദുഷ്ടനും ഒരു വഴികളും എന്റെ ജീവിതത്തിൽ അടയ്ക്കാതെ വണ്ണം പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണത്തിൽ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഇതെല്ലാ ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. പ്രിയമക്കൾ പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലം ഇരട്ടിയായി കൊടുത്ത് അനുഗ്രഹിക്കണം. ആ നിത്യരാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ, രക്ഷ എന്ന പാക്കേജിലേക്ക് പ്രിയമക്കളെ കൊണ്ടുവരുവാൻ ഞങ്ങൾ ഇൻഗ്രേസ് ഫെലോഷിപ്പിന് ഒരുക്കിയ വലിയൊരു സാഹചര്യത്തിനായി നന്ദി. ഞങ്ങൾ എല്ലാവരും ആ നിത്യരാജ്യത്തിലേക്കുള്ള യാത്രക്കാരാണ്. യാത്രയുടെ അകത്ത് ആ രക്ഷ എന്ന ടിക്കറ്റുമായി യാത്ര ചെയ്യാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ എനിക്ക് സന്തോഷമുണ്ട്. വളരെ വളരെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് ഇന്ന് കഴിഞ്ഞു. അനേകം പേര് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനും പാപത്തെ ഏറ്റുപറയാനും ദൈവം ഒരുക്കിയ വലിയൊരു സാഹചര്യത്തിനായി സ്തോത്രം. 3-ാം ദിവസം ഒരു അത്ഭുതത്തിന്റെ ദിവസമായിരുന്നു എന്നുള്ളവർ ഹല്ലേലൂയ പറഞ്ഞേ. 3-ാം ദിവസം ഒരു അത്ഭുതത്തിന്റെ ദിവസമായിരുന്നു. ഹല്ലേലൂയ. 3-ാം ദിവസത്തിന് പ്രത്യേകതയുണ്ട്. 1-ാം ദിവസത്തിൽ നടക്കാത്തത് 2-ാം ദിവസത്തിൽ നടക്കാത്തത്. ഇത് അൺഫോർച്ചുനേറ്റ്ലി ഈ ദിവസം ഞാൻ വന്നതാ. പക്ഷെ ദൈവം രക്ഷയുടെ സന്തോഷം 3-ാം ദിവസം കർത്താവ് തരുക. ഇനിയുള്ള ദിവസങ്ങൾ ശുശ്രൂഷിക്കുന്ന ദൈവാത്മാവിൽ പ്രസംഗിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ അത് ദൂതുകൾ പ്രാപിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. കർത്താവിൽ നിന്ന് കൊള്ള പങ്കിടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ കർത്താവ് തുറക്കട്ടെ. പ്രാർത്ഥന കുറയ്ക്കരുത്, ആരാധന കുറയ്ക്കരുത്. അപ്പായുടെ കൂടെ എന്ന് നടക്കുക. നിത്യരാജ്യത്തോളം അപ്പനോടുകൂടെ നടക്കാൻ ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയ സിസ്റ്റർ ബീന സിസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. അതേ ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇവരുടെ കുടുംബമായി മാനിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.